السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ ക്ലാസ് എടുക്കാൻ സൗകര്യപ്പെട്ടില്ല. ഒരു യാത്രയിലായിരുന്നു ഇന്നലെ സുബഹി മുതൽ. ഇപ്പോൾ ഏകദേശം 11:30 മണിക്ക് നാട്ടിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇന്നും ക്ലാസ് മുടങ്ങണ്ടെന്ന് കരുതി ഒരല്പം ഇന്നെടുക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ മുതൽ ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിവിധ ലക്ഷ്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അശ്രാന്ത പരിശ്രമം കാരണം പൂർത്തീകരിക്കാൻ തുടങ്ങി. അതിന്റെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ പത്രവും. പത്രത്തിന്റെ കാര്യം പറയുന്നിടത്താണല്ലോ ഇന്നലെ ക്ലാസ് നടത്തിയത്. ഈ പത്രമെങ്ങാനും നമുക്കില്ലായിരുന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനവും പ്രവർത്തകരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സമുന്നതരായ നേതാക്കളെയും എന്നോ തമസ്സിന്റെ ഉള്ളിലേക്ക് ഈ ക്ഷുദ്ര കക്ഷികൾ തള്ളിയിടുമായിരുന്നു. അങ്ങനെയാണ് അതിന്റെ പൂർവീക കാല ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുക. മുസ്ലിം പേരിൽ ഒരു പത്രം, മുസ്ലിങ്ങളുടെ പേരിൽ, പത്രത്തിന്റെ പേര് മുസ്ലിമിൻ്റെതല്ലെങ്കിലും മുസ്ലിമീങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രം ഇവിടെ ഉണ്ടായിട്ട് മുസ്ലിമീങ്ങളിൽ 98% പ്രതിനിധീകരിക്കുന്ന സുന്നികളുടെ ഒരു ന്യൂസ് ആ പത്രം ഒരാഴ്ച മുഴുവനും പരിശോധിച്ചാലും കാണാത്ത അവസരം ഉണ്ടായിരുന്നു. എന്നാൽ പുത്തൻവാദികളുടെ ഏത് നേതാക്കളുടെയാണെങ്കിലും, ഉദാഹരണത്തിന് ഷേഖ് മുഹമ്മദ് കുക്കശ്ശേരി എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ എന്തൊക്കെ അദ്ദേഹം വിശദമായി എഴുതിവിട്ടാലും അത് പ്രാധാന്യത്തോടുകൂടെ ആഴ്ചയിൽ ഒരു ദിവസം അത് പ്രത്യേകമായി കൊടുത്തിരുന്നു. ആ സ്ഥാനത്ത് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുടെയോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെയോ ഒരു വിവരവും പത്രങ്ങളിൽ ഉണ്ടാകുമായിരുന്നില്ല. അതായിരുന്നു ആ പത്രത്തിന്റെ സ്ഥിതി. അവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ എന്ന നിലയ്ക്ക് തന്നെ ഈ ആദർശം അത് നിലനിർത്താൻ വേണ്ടി ഈ പത്രം ഒന്നുമില്ലാത്ത വെറും കാലി കൈകളെ കൊണ്ട് അത് തുടങ്ങിയത്. ഒരു സമ്പാദ്യവുമില്ലായിരുന്നു. ഒരു ഓഫീസില്ല, വേണ്ടതുപോലെയുള്ള പ്രസ്സില്ല, എല്ലാ ജില്ലകളിലും അതിന്റെ പ്രവർത്തകന്മാരില്ല, ആരുടെ കയ്യിൽ നിന്നും അതിന് ലക്ഷങ്ങൾ സംഭാവന അന്ന് വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ഈ പത്രം ആരംഭിച്ചപ്പോൾ പലരും ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ആ പത്രം വളരെ പരിമിതമാണെങ്കിലും അന്ന് തുടങ്ങിയിട്ട് ആ പത്രത്തിന്റെ വളർച്ചയ്ക്ക് ദുആ ചെയ്യാൻ മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ മഹാനായ മർഹൂം ശംസുൽ ഉലമാ ശൈഖുന EK ഉസ്താദുകളുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഉജ്ജ്വലമായ ആശംസ നേരാൻ മഹാനായ മർഹൂം കോട്ടുമല ഉസ്താദ് എന്നറിയപ്പെടുന്ന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുണ്ടായിരുന്നു. ഈ മഹാന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടി സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളിയായ കാന്തപുരം ഉസ്താദ് അവറുകൾ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിന്റെ എതിർവശത്തുള്ള
RTO ഓഫീസിന്റെ പരിസരത്ത് വെച്ച് ഏറ്റവും ലളിതമായ ഒരു ചടങ്ങിൽ രാവിലെ ഒരു 11 മണിക്ക് ഈ പത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു ഉയർന്ന് അതിന്റെ പാരമ്യതയിലേക്ക് എത്തുന്ന സമയമായിരുന്നു. പ്രകാശം വേണ്ടതുപോലെ ക്ഷരിക്കുന്നൊരു സന്ദർഭമായിരുന്നു ആ ഉദ്ഘാടന സമയം. അഥവാ ദുഹാ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം അർഹിക്കുന്ന ഒരു സുപ്രധാന സമയത്ത് ഈ മഹാന്മാരുടെ കരങ്ങളിൽ നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ കരങ്ങളിലേക്ക് ഈ പത്രം നീങ്ങാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് ചെയ്തു. മഹാനായ മർഹൂം കോട്ടുമല ഉസ്താദ് അവர்கள் അന്ന് തന്നെ പ്രഖ്യാപിച്ചു, നിങ്ങൾ ഒരു സിറാജ് എന്ന് പറഞ്ഞതിനെ ചെറുതാക്കണ്ട. സിറാജ് എന്ന് പറഞ്ഞാൽ പ്രകാശം സ്ഫുരിക്കുന്ന ഒരു സാധനം, ഒരു വിളക്ക്. അതിന് വ്യാഖ്യാനം നൽകി ആത്മാർത്ഥയുടെ നിറകുടമായ മഹാനായ കോട്ടുമല ഉസ്താദ് അവர்கள். ഇത് സിറാജം മുനീറ, വെറും സിറാജല്ല. സിറാജ് എന്ന് പറയുമ്പോൾ ഒരു വിളക്കിൽ ലേശം എണ്ണ വാർന്ന് അതിന്റെ തിരിക്കൊന്ന് തീ കൊടുത്താൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ കത്തൽ ഒരു പ്രകാശം തന്നെയാണ്. പക്ഷേ ഇതല്ല സിറാജം മുനീറ, ഇത് കത്തിജ്വലിക്കുന്ന പ്രകാശമാണ്. ലോകത്തെമ്പാടും ശോഭ പരത്തുന്ന പ്രകാശമാണ്. ഇത് സാധാരണ പ്രകാശമല്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആത്മാർത്ഥമായ ദുആ ചെയ്തു, റഹ്മാനെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പത്രം നീ ഉത്തരോത്തരം ഉയർത്തണം തമ്പുരാനെ. ബഹുമാനപ്പെട്ടവർ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എന്റെ പേര് പറഞ്ഞുകൊണ്ടും അവസാനം ഈ ദീന നശിപ്പിക്കാൻ ആളുകൾ വരും. കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞുകൊണ്ട് ദീന നശിപ്പിക്കാൻ ആള് വരുമെന്ന് ഈ മഹാന്മാർ വളരെ മുമ്പേ കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ടവർ അന്ന് ദുആ ചെയ്യുന്ന സമയത്ത് മഹാനവരുടെ ദുആയിൽ വരികയാണ്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പുറപ്പെടുന്ന പത്രമാണിത്. ഇത് സാധാരണ ഒരു പത്രമായി ആരും കാണണ്ട. ഇത് ദീനിന്റെ വെളിച്ചമാണ്, ദീനിന്റെ പ്രകാശമാണ്, ദീനിന്റെ വിവരണമാണ്. ദീൻ ഇതിലൂടെ വിവരിക്കുമ്പോൾ പലർക്കും പലതും തോന്നും. അത് കൂടെയുള്ളവർക്കും തോന്നും, അല്ലാത്തവർക്കും തോന്നും. അതുകൊണ്ട് കൂടെയുള്ളവരുടെയും അല്ലാത്തവരുടെയും എല്ലാവിധ ശർറിൽ നിന്നും ഈ പത്രത്തെയും ഈ പത്രം പുറത്തിറക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെയും നീ കാക്കണം തമ്പുരാനെ. നമുക്കൊന്നും അന്നതത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്. ഈ പത്രത്തെയും ഈ പത്രം പുറത്തിറക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെയും നീ കാക്കണം തമ്പുരാനെ. എല്ലാ ശർറിൽ നിന്നും നീ കാത്തുരക്ഷിക്കണം റബ്ബേ. പലരും പിന്നീട് ഇതിനെ എതിർക്കാൻ വരുന്നവരുണ്ടാകും, അവരിൽ നിന്നും കാക്കണം തമ്പുരാനെ. ഇങ്ങനെ മടക്കി മടക്കി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദുകൾ ചെയ്തപ്പോൾ അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മഹാനവറുകൾ പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെ ഇതിനെ എതിർക്കാനൊരുങ്ങി, ഏതൊക്കെ കോണിൽ നിന്ന് എതിർപ്പ് വന്നു, ഏതൊക്കെ കോണിൽ നിന്ന് സുന്നികളാണെന്ന് പറയുന്നവരും ആ സുന്നികളുടെ ലേബിളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഓശാന പാടി, മറ്റുള്ളവർക്ക് വേണ്ടി ഓശാന പാടി. എന്നിട്ട് പ്രത്യക്ഷത്തിൽ അവർ സുന്നികളായി അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള ആളുകളെയൊക്കെ 5 വർഷം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പുറത്തു വിട്ടു. 84-ലായിരുന്നല്ലോ ഇതിന്റെ പ്രകാശനം. 89 ആയപ്പോഴേക്ക് ഒരു വകതിരിവിലെത്തി. പത്രത്തിനെ സ്നേഹിക്കുന്നവർ ആര്, അതിനെ വെറുക്കുന്നവരാര്, പത്രം ഇവിടെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് ആർക്ക്, അതുകൊണ്ടുള്ള ഉപകാരമാർക്ക്, ഇതൊക്കെ നെല്ലും കല്ലും തിരിഞ്ഞു വന്നു. 989 ആയപ്പോഴേക്ക്, അഥവാ
ഒരു ചെറിയ 5 വർഷ കാലയളവിനുള്ളിൽ. അപ്പോൾ ഇവരൊക്കെ കർട്ടന് പിന്നിലിരുന്ന് വിളിച്ചു കാട്ടാൻ തുടങ്ങിയില്ല. ആ വിളിച്ചുകാട്ടൽ ഈ പത്രത്തിനെതിരെയും പത്രം നടത്തുന്ന നേതാക്കൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അവർ മുന്നോട്ട് തന്നെ വരാൻ തുടങ്ങി 89-ന് ശേഷം. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒന്നുകൂടി അരയും തലയും മുറുക്കി രംഗത്ത് വന്നു. ആ വന്നതിന്റെ പേരിൽ 89, 90, 91, 94 വരെയുള്ള കാലയളവിൽ, അഥവാ ഈ 4-5 വർഷം തീക്ഷ്ണമായ പരീക്ഷണമായിരുന്നു, കഠിനമേറിയ പരീക്ഷണം. പക്ഷേ ആ പരീക്ഷണത്തെയൊക്കെ സുന്നി പ്രവർത്തകർ അതിജയിച്ചു. അതിജയിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തകർക്ക് ഉത്തേജനം നൽകി. ആ ഉത്തേജനത്തിൽ നിന്നും ഈ പത്രത്തിന്റെയും പത്രത്തിന്റെ അണിയറ ശില്പികളെയും ഈ പ്രവർത്തകന്മാർ അതിരറ്റ് സ്നേഹിച്ചു, അവരെ ആദരിച്ചു. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വാക്കുകൾ മുഴുവനും ശിരസാവഹിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നേറി. ആ കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ആരുടെ മുന്നിലും സുന്നത്ത് ജമാഅത്ത് തല ഉയർത്തി നിൽക്കുന്നു. അതിന് അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇങ്ങനെ ചൂഷണം ചെയ്ത് കാശ് പിരിച്ചു കൊണ്ടുവന്ന് അത് ദുർവ്യയം ചെയ്യുന്നു, ദൂർത്തടിക്കുന്നു. നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ തരക്കേടില്ല. ഇവിടെ ഭിന്നിപ്പിന് വേണ്ടി ചെലവാക്കുന്നു, ഇവിടെ സമുദായം നശിക്കാൻ വേണ്ടി ചെലവാക്കുന്നു. ഇയാൾ ഈ അറബികളൊക്കെ പോയി വാങ്ങി കൊണ്ടുവന്ന കാശ് ഇവിടെ ദൂർത്തടിക്കുകയാണ്, അതുകൊണ്ട് സമുദായത്തിന് ദോഷമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം വ്യാജമായി പറയുന്നത്. അതൊന്ന് പരിശോധിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2 ദിവസത്തെ ഒരു നീണ്ട യാത്രയും ഇന്നലെ ചില നെറ്റ് പ്രോബ്ലവും ഒക്കെ ആയതുകൊണ്ട് 2 ദിവസമായി നമ്മളെ ക്ലാസ് വേണ്ടതുപോലെ നടന്നിട്ടില്ല. ഇന്നലെ ഒരു 10-12 മിനിറ്റ് സംസാരിച്ചെങ്കിലും അപ്പോഴേക്കും നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ നിർത്തിവെക്കേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ ഈ സംരംഭം മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ തുടർന്നു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മുസ്ലിം ജമാഅത്തിന്റെ അനിവാര്യമായ ചില കാരണങ്ങളുള്ളത് കൊണ്ടാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും യാത്ര ചെയ്യേണ്ടി വന്നത്. നമ്മുടെ ക്ലാസ് റൂമിലൂടെയോ മറ്റോ ഒന്നും പബ്ലിക് പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുള്ളതിനാലും അത് പ്രാവർത്തികമാക്കാനുള്ള പ്രായോഗിക പരിശീലനം അവർക്ക് നേരിട്ട് നൽകാനുള്ളതിനാലും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അവറുകൾ കുവൈത്തിലേക്ക് പോയപ്പോൾ നേരിട്ട് വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ദിവസം ഇങ്ങനെ വേണ്ടി വന്നതെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒരുപാട് ആളുകൾ തയ്യാറാകുന്നുണ്ട് എന്നതിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവന്റെ റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ഇന്നലെ നാം പറഞ്ഞ് നിർത്തിയത് കുറെ ആരോപണങ്ങൾ ഈ ഒരു രാഷ്ട്രീയ മൗലാന ഉപയോഗിക്കുകയാണ്. രാഷ്ട്രീയ മൗലാന എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. കാരണം 1, 2, 3 രാഷ്ട്രീയത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ സ്ഥാനം. ആ രാഷ്ട്രീയത്തിന്റെ വേദിയും ആ രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കളിയാക്കുക, കൊച്ചാക്കുക, അദ്ദേഹം വലിയ വിവരമുള്ളവനാണെന്ന് നടിക്കുക, എന്നിട്ട് ഇടയ്ക്കൊക്കെ ഞാനൊന്നും വിവരമില്ലാത്തവനാണെന്ന് പറഞ്ഞ് അതൊരു കളിയാക്കൽ വേറെയും നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമാളി മൗലവിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അവർ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ രാഷ്ട്രീയത്തിന്റെ മേലങ്കി അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ
ആലിമീങ്ങളുടെ കൽപ്പന സ്വീകരിച്ച് ആലിമീങ്ങളുടെ നിർദ്ദേശം അംഗീകരിച്ചായിരുന്നു അയാളുടെ മുന്നോട്ട് പോക്കെങ്കിൽ അയാളുടെ ആ സംസാര വൈഭവവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ സുന്നത്ത് ജമാഅത്തിന് വിനിയോഗിക്കാമായിരുന്നു. പക്ഷേ സുന്നിയാണെന്ന് നാഴികക്ക് 40 വട്ടം പറയുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരുടെ കൈകളിലെ കളിപ്പാവ ആവുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി എന്നുള്ളത് വേദനാജനകമാണ്. ആ സുന്നി വിരുദ്ധരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മഹാനായ ശംസുൽ ഉലമയെയും അതുപോലെയുള്ള പണ്ഡിതന്മാരെയും അപകീർത്തിപ്പെടുത്താനും മറ്റുള്ളവർക്ക് അഥവാ മൂർത്തതൈകൾക്ക് അതിന് പ്രചോദനമേകാനും അദ്ദേഹം വളരെ സാഹസപ്പെട്ടത്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഗൾഫിലോ അല്ലാത്ത സ്ഥലത്തോ ഒക്കെ പോയി പണം പിരിച്ചു കൊണ്ടുവരുന്നു. ആ പിരിച്ചു കൊണ്ടുവരുന്നത് മുഴുവനും ദൂർത്തടിക്കുന്നു, സമുദായത്തിന്റെ ഭിന്നിപ്പിന് വേണ്ടി അത് ചെലവഴിക്കുന്നു. അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ തിരക്കിടില്ല. നല്ല കാര്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ കള്ളത്തരവും മറ്റുമൊക്കെ പറഞ്ഞ് അയാൾ പിരിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനെയാണ് കള്ളത്തരം പറഞ്ഞിട്ട് ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് പിരിച്ചുകൊണ്ടുവരുന്നത്. പക്ഷെ ഈ മൗലവിക്കും ആ മൗലവിയെ താങ്ങി നടക്കുന്നവർക്കും അറിയുന്നുണ്ടോ, 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചിലപ്പോൾ അങ്ങനെ നടക്കും. ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ നടക്കും. എന്നാൽ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഏകദേശം 40 കൊല്ലക്കാലം നീണ്ടുനിന്ന വിദേശയാത്രയുടെ അനുഭവം നാം ഒന്ന് പരിശോധിച്ചു നോക്കാം. 978 കാലങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ഗൾഫിൽ വരുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലായിരുന്നു. എയർപോർട്ടിലേക്ക് ചെല്ലാൻ ഒരു വണ്ടിയില്ലായിരുന്നു. സാധാരണ എല്ലാവരും എയർപോർട്ടിൽ ഇറങ്ങി വരുന്നത് പോലെ അദ്ദേഹവും ഇറങ്ങി വന്ന് ഇവിടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെ ആളുകളൊക്കെ കുറച്ചൊക്കെ സഹായിച്ച് സാധാരണ വരുന്ന മുസ്ലിയാരെ പോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും വന്നു. അത് 1 കൊല്ലത്തിനിടയിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. 1 കൊല്ലത്തിനിടയിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആലിമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായി. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങി. നേരത്തെ ബഹുമാനപ്പെട്ടവർ വന്നപ്പോ ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമിൽ അവരോടുകൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും താമസിക്കേണ്ടി വന്നിരുന്നു. അത് കാസർഗോഡുള്ളവരും കോഴിക്കോടുള്ളവരും മലപ്പുറത്തുള്ളവരും എറണാകുളത്തുള്ളവരും തൃശ്ശൂരുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും ഒക്കെ. അന്നൊക്കെ അബൂദാബിയിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കട്ടിലിന്റെ മുകളിൽ മറ്റൊരു കട്ടിൽ അട്ടിവെച്ചിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. അങ്ങനെയായിരുന്നു ചെറിയ ചെറിയ വില്ലകൾ. ഇന്നിപ്പോ ആ വില്ലകളൊന്നും അബൂദാബിയിൽ പോയാൽ കാണാൻ തന്നെ കിട്ടുകയില്ല. അവിടെയൊക്കെ ഇപ്പൊ കൂറ്റൻ കോൺക്രീറ്റ് മന്ദിരങ്ങളായി മാറിയിട്ടുണ്ട്. അവിടെ താമസിക്കാനൊക്കെ ചില നിബന്ധനകൾ മുനിസിപ്പാലിറ്റി വെച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു വീട്, ആ വീട്ടിൽ എത്ര ആളുകൾക്ക് താമസിക്കാൻ കഴിയുമോ അത്രയാൾ താമസിക്കാനുള്ളതാണ്. അപ്പൊ 4 കട്ടിലിടുന്ന ഒരു റൂമിൽ ചിലപ്പോൾ അത് 8 ഉണ്ടാകും, ചിലയിടത്തത് 12 ഉണ്ടാവും. കട്ടിലിന് മേലെ കട്ടിൽ, അതിന് മേലെയും കട്ടിൽ, അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബാത്റൂം, അത് തന്നെ ചിലപ്പോൾ ബാത്റൂം പൊന്തി വരലും ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ പ്രയാസപ്പെട്ടാണ് 977, 78, 80 കാലങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ. ആ അവസ്ഥയിലും അവരോട് സമരസപ്പെട്ടുകൊണ്ട് ഒരു ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണല്ലോ എന്ന് മനസ്സിലാക്കി ഈ മഹാപണ്ഡിതനും ഈ 10-14 ആളുകൾ താമസിക്കുന്ന ഒരു റൂമിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിക്കൊണ്ട് താമസിച്ച കാലം ഉണ്ടായിട്ടുണ്ട്. കാരണം നടന്നു വന്ന വഴി നാം മറക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. കാന്തപുരം ഉസ്താദ് മഹാനവറുകൾ വായയിൽ വെള്ളിക്കരണ്ടിയുമായി ഇങ്ങോട്ട് പിറന്നു വീണതല്ല. കഷ്ടപ്പാടിന്റെയും യാതനകളുടെയും ത്യാഗത്തിന്റെയും തീച്ചൂളയിൽ കഠിനമായി പരീക്ഷണം സഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിന്റെ നെറുകയിലുള്ള ആ പണ്ഡിതൻ വിരാജിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഏത് കൺട്രിയിൽ ചെന്നാലും അവിടെയുള്ള വിലപിടിപ്പുള്ള കാറുമായി ഉമറാക്കൾ, പൗരപ്രധാനികൾ AP ഉസ്താദിനെ സ്വീകരിക്കാനുണ്ട്. അറബി പ്രമുഖരിൽ പലരും ഉണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ അറബി പ്രമുഖരിൽ പലരും തന്നെ
ഷേഖ് എന്താ ഷേഖ് അബൂബക്കർ എന്നാ. ഞാനൊരു പ്രാവശ്യം ഉംറ കഴിഞ്ഞ് അബുദാബി വഴി തിരിച്ചു പോരുകയാണ്. അപ്പൊ അന്ന് ഉസ്താദ് അബുദാബിയിലേക്ക് വരും എന്നറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴാണ് വരുന്നത് എന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി പുറത്തു വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പരിചയമുള്ള ഒരു അറബിയെ കണ്ട് സലാം പറഞ്ഞ് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി എന്തേപ്പോ അവിടെ എയർപോർട്ടിൽ നിൽക്കുന്നത് എന്നിങ്ങനെ അന്വേഷിച്ചപ്പോ അനന്ത ഷേഖ് അബൂബക്കർ. ഞാൻ ഷേഖ് അബൂബക്കർ വരുന്നുണ്ട്, അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ വേറെ കുറെ കമ്മിറ്റിയും ആളുകളും RCFന്റെയും ISFന്റെയും ഒക്കെ പ്രവർത്തകരുണ്ടല്ലോ, അവരും ധാരാളം അവിടെ ഉണ്ട്. അതല്ല, ഷേഖ് അബൂബക്കർ വന്ന ഉടനെ എനിക്കെന്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം. എന്റെ വീട്ടിലൊരു 4 വയസ്സുകാരൻ, ആ കുട്ടി നിർത്താതെ കരയുന്നു. ആ കുട്ടിയെ ഒന്ന് ഷേഖ് അബൂബക്കറിനെ കൊണ്ട് മന്ത്രിപ്പിക്കണം, എന്നിട്ടേ ഞാൻ ഷേഖ് അബൂബക്കറിനെ വിടുകയുള്ളൂ. അതിനുവേണ്ടി ഈ എയർപോർട്ടിൽ വിമാനം എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അറബി പ്രമുഖൻ കാത്തിരിക്കുക. ലോക്കൽ അറബിയല്ല, അവിടെ വലിയ കമ്പനി നടത്തുന്ന ആളാണ്, ചെറിയ ആളൊന്നുമല്ല, കാര്യമായ ആളാണ്. ആ അറബി കാത്തു നിൽക്കുന്നു. എന്നിട്ട് ഷേഖ് അബൂബക്കർ വന്ന് അദ്ദേഹത്തിന്റെ കാറിൽ കയറി അവിടെ ചെന്ന് എന്നിട്ട് ഈ കുട്ടിയെ മന്ത്രിച്ച് ഒരു അരമണിക്കൂർ അവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മുടെ പ്രവർത്തകരിടത്തിലേക്ക് അവിടുന്ന് AP ഉസ്താദ് വന്നത്. അതാണ് ഇന്നത്തെ അവസ്ഥ. അന്നങ്ങനെയല്ലായിരുന്നു. പക്ഷേ അന്നും ചില സ്ഥലങ്ങളിലൊക്കെ നടന്നും, ടാക്സിക്ക് പോകേണ്ടടുത്ത് ടാക്സിക്ക് പോയും, കാത്തിരിക്കേണ്ട സ്ഥലത്തന്ന് കാത്തിരുന്നും. ഇന്നങ്ങനെയല്ല. ടെലിഫോൺ ചെയ്ത് സമയം ചോദിച്ച് AP ഉസ്താദിന് സൗകര്യമുള്ള സമയം അറബികൾ ഇങ്ങോട്ട് അനുവദിച്ചു കൊടുത്ത് ആ സമയത്തേക്ക് ഓഫീസിലോ അവരുടെ മജ്ലിസിലോ എത്തുകയാണ് ഇന്നത്തെ പതിവ്. അന്നങ്ങനെയല്ല. അറബി പ്രമുഖന്റെ ഓഫീസിൽ ചെന്ന് അവിടെ കാത്തു നിൽക്കുകയാണ്. പലർക്കും സെക്രട്ടറിമാരുണ്ടാകും. സെക്രട്ടറിമാർ അധികവും സ്ത്രീകളായിരിക്കും. കാരണം ചെറിയ പൈസക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും അറബികളും അങ്ങനെ വെക്കുന്ന, അല്ലാഹു അഅലം. എന്നിട്ട് അവരോട് AP ഉസ്താദിന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് അരമണിക്കൂറും 3/4 മണിക്കൂറും ഒക്കെ കാത്തുനിന്ന അവസ്ഥ പണ്ടുണ്ടായിട്ടുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് അശറവനുസ് മക്തബ് എന്ന് പറഞ്ഞാൽ 10:25 AP ഉസ്താദ് ഓഫീസിലെത്തിയിട്ട് ഈ അറബിയുടെ ഫോണിലേക്കൊരു ടെലിഫോൺ അങ്ങോട്ട് ചെയ്താൽ ഷേഖ് മുഖ്രിജിന് ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അറബി തന്റെ ഓഫീസിൽ നിന്നും എഴുന്നേറ്റ് ലിഫ്റ്റിന്റെ അവിടെ വന്ന് കാത്തു നിൽക്കുന്നു. ഒരു സെക്രട്ടറിയും ചോദിക്കണ്ട, ഒരാളോട് അനുവാദം വേണ്ട. AP ഉസ്താദിനെ കയ്യും പിടിച്ച് അറബി ഓഫീസിലേക്ക് പോകുന്നു. അല്ല, അറബിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കഴിയാത്ത അവിടെ എന്തെങ്കിലും വല്ല ഫയൽ നോക്കലോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഷേഖ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റും ഇറങ്ങി ഈ സെക്രട്ടറിയോടൊന്ന് മര്യാദക്ക് ഇങ്ങനെ ഇവരോട് ടെലിഫോൺ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് സെക്രട്ടറി സമ്മതിക്കുന്നു, അറബിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതൊക്കെയാണ് ഇന്നുള്ള അവസ്ഥ. അന്നിങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ പ്രയാസപ്പെട്ട് ആളെ കണ്ട് കാര്യം ധരിപ്പിച്ചു കൊടുത്ത് എന്നിട്ട് സംഭാവന വാങ്ങി പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്നത് ഇദ്ദേഹം പറയുന്നു ഈ രാഷ്ട്രീയ മൗലാന ചൂഷണം ചെയ്ത് കൊണ്ടുവരികയാണ്, കള്ളത്തരം പറഞ്ഞു കൊണ്ടുവരികയാണ് അല്ലെ. അത് മൗലവി അല്ലെങ്കിൽ മൗലവിനെ താങ്ങി നടക്കുന്ന ഈ ക്ലിപ്പ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ചേളാരി വിഭാഗത്തിന്റെ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പ്രിയമുള്ള പ്രവർത്തകരെ ഇതവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ കേൾക്കുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, ഇങ്ങനെ ചൂഷണം ചെയ്തിട്ടായിരുന്നു ഉസ്താദിന്റെ പ്രവർത്തനമെങ്കിൽ, കള്ളത്തരം പറഞ്ഞിട്ടായിരുന്നു പ്രവർത്തനമെങ്കിൽ 40 കൊല്ലം ഇന്ന് നീണ്ടു നിൽക്കുമായിരുന്നോ? ഞാൻ അവരോട് ചോദിക്കട്ടെ, ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുകളുള്ളത് കുവൈത്തിലായിരുന്നു. കുവൈത്തിലെ സമ്മേളനത്തിന്റെ ഹാള്, ആ സമ്മേളനത്തിന്റെ സ്ഥലം, അത് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് എല്ലാവരും മുന്നിലും എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊരു സമ്മേളനം നടത്തുമ്പോഴുള്ള അതേ കണ്ടീഷനോടുകൂടി അത്രയും അധികം ആളുകൾ പങ്കെടുത്ത് ആ പങ്കെടുത്ത ആളുകൾക്ക് ദീനി ഉപദേശം നൽകുന്നു ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ അവர்கள். ഇത് 40 കൊല്ലത്തെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ബഹുമാനപ്പെട്ടവർ നേടിയെടുത്ത ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ് എന്ന് ബുദ്ധിയുള്ള, കണ്ണുള്ള, കാതുള്ള, ഹൃദയമുള്ള മുഴുവൻ ആളുകൾക്ക് മനസ്സിലാകും. ഞാനൊന്ന് ചോദിക്കട്ടെ,
മറുഭാഗത്ത് ഒരു സമസ്തയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ സമസ്തക്ക് നേതാക്കളുണ്ടെന്നും അവർ പറയുന്നു. ഇങ്ങനെ ഒരു പരിപാടി വിദേശത്ത് സംഘടിപ്പിക്കുവാൻ മറുഭാഗത്തുള്ള ഏത് നേതാവിന് കഴിയും? ഏത് നേതാവിന് കഴിയും? അവർ പറയുന്നു കൾച്ചറൽ സെന്റർ ഞങ്ങൾക്കുണ്ട്, ലീഗുകാർ മുഴുവനും ഞങ്ങൾക്കുണ്ട്, എല്ലാവരും ഞങ്ങളെ കൂടെയാണ്. എന്നിട്ട് നിങ്ങൾ കുവൈത്തിലോ ബഹ്റൈനിലോ ഖത്തറിലോ UAE-യിൽ ആ 7 സൈറ്റുകളുണ്ട് അല്ലെ? അബുദാബി, ദുബൈ, ഷാർജ, ഉമ്മുൽ കുവൈത്ത്, കോർഫുഖാൻ, ഹുജൈറ, റാസൽ കൈമ, ഇങ്ങനെ 7 സൈറ്റ്. അബുദാബിന്റെ പരിധിയിൽപ്പെട്ട തന്നെ അല്ലൈൻ എന്ന് പറയുന്ന ഒരു പ്രധാന ഭാഗം വേറെയുമുണ്ട്. അങ്ങനെ 8 പ്രധാന സ്ഥലമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ബഹ്റൈനിലോ ഖത്തറിലോ കുവൈത്തിലോ ഒമാനിലോ സൗദിയിലോ എവിടെയാകട്ടെ, ഇതുപോലെ ആളുകളെ സംഘടിപ്പിച്ച് ഒരു പരിപാടി നടത്താൻ ജനങ്ങൾ ഉപദേശിക്കാതെ കൂട്ടിക്കോളി, പൈസ ഒന്നും വാങ്ങണില്ല. അല്ലെങ്കിൽ പൈസ വാങ്ങുകയാണെങ്കിൽ തന്നെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ കുവൈത്തിലുള്ള ഓരോരുത്തർ 5 ദീനാറ് കൊടുത്താൽ ഉസ്താദിന് എത്ര കോടി ഉറുപ്പിയായി? ഇന്ന് അവിടെ കണ്ട ആളുകൾ തോനൊന്നും വേണ്ട, അതിന് 50 കൊടുക്കുന്നവരുണ്ട്, 100 കൊടുക്കുന്നവരുണ്ട്, 1 കൊടുക്കുന്നവരുണ്ട്. ശരാശരി ഒരു 5 കൂട്ടുക, ശരാശരി 5 കൂട്ടിയാൽ എത്ര ലക്ഷം ഉറുപ്പിക ഉസ്താദിന് കിട്ടും? ഇങ്ങനെയാണ് ഉസ്താദ് സംഘടിപ്പിക്കുന്നത്. ഇത് നിലനിൽക്കുന്നത് സത്യസന്ധമായി ഉള്ളതുപോലെ പറഞ്ഞ് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി തന്റെ ഒരു ആയുഷ്കാലം മുഴുവനും പ്രവർത്തിച്ചു, അതിനു വേണ്ടി വിനിയോഗിച്ചു എന്ന കാരണം കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ ഈ മൗലവി പറഞ്ഞ എന്തെങ്കിലും ചൂഷണം കൊണ്ടോ തട്ടിപ്പ് കൊണ്ടോ കള്ളത്തരം കൊണ്ടോ അല്ല. എന്നാൽ മറുഭാഗവും നമുക്കത് പരിശോധിക്കാം. എന്നാൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ ഈ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി വിദേശത്ത്, പ്രത്യേകിച്ച് UAE-യിൽ 90% UAE-യിലാണ് പ്രവർത്തനം നടന്നത്. ബാക്കി 10% ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടാവും. ഈ UAE-യിൽ AP ഉസ്താദ് ഇങ്ങനെ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടങ്ങളിൽ തന്നെ മറുഭാഗവും അവിടെ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ മൗലാന അടക്കം അവിടെ ഉണ്ടായിരുന്നു. അവരും വരവുണ്ടായിരുന്നു, ജനങ്ങളെ സംഘടിപ്പിക്കലുണ്ടായിരുന്നു, കാശ് പിരിക്കലുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ അവർക്കും അവിടുന്ന് ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 10-40 കൊല്ലം അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ച് കൊല്ലമായെങ്കിലും, എന്നാൽ ഒരു 30 കൊല്ലം UAE-യിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയി സമുദായത്തിന്റെ പേരിൽ അവരും അവിടുന്ന് പ്രചരണം നടത്തി പിരിച്ചു കൊണ്ടുവന്നിരുന്നല്ലോ. അവരും അറബികളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമൊക്കെ അവരും പിരിച്ചു കൊണ്ടുവന്നു. അവരിങ്ങനെ ഇഖ്ലാസിന്റെ പിരിവാ നടത്തിയിരുന്നത്. ഒരു പൈസ പോലും പറ്റൂല, അവർക്കൊരു പൈസ ചെലവുണ്ടാവില്ല. എന്തെങ്കിലും അവർക്ക് കരുതിയെന്ന് വല്ല വാതൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കൊടുത്താൽ മാത്രം അല്ലെങ്കിൽ എടുത്തെങ്കിൽ എടുക്കും. അത്രയധികം ഇഖ്ലാസിന്റെ പിരിവ് അവർ നടത്തി. ഉസ്താദ് നടത്തി, അത്ര നടത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും നടത്തിയെന്ന് കൂട്ടുക. അത്രയും കാലം എന്നിട്ട് അവർക്ക് കിട്ടിയില്ലേ കാശ്? ആ കിട്ടിയ കാശ് ഈ സമൂഹത്തിനൊന്ന് കാണിച്ചു തരാൻ അവർ തയ്യാറുണ്ടോ? അവരുടെ ആളുകളെ പട്ടികമാണെങ്കിൽ ഓരോന്നായി നമുക്ക് പറയാം. എന്റെ അടുത്ത നാട്ടുകാരനായ അന്തരിച്ച KT മാനുശ്രീയാണ്. 978-ലാണ് AP ഉസ്താദ് ഗൾഫിൽ പോകാൻ തുടങ്ങിയെങ്കിൽ 976-ൽ അദ്ദേഹം തുടങ്ങിയിരുന്നു. AP ഉസ്താദിന്റെയും 2 വർഷം മുമ്പ് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഷെഹ്വാരി വിഭാഗത്തെ വളരെ സൗഹാർദ്ദപരമായി ഞാൻ ക്ഷണിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് വഴി വന്നാലെത്തുന്ന കരുവാരകുണ്ടിലേക്ക്. കാരണം ഇവിടുന്ന് കെട്ടി വയനാട് ഭാഗം മലയോര മേഖല അതുകൊണ്ട് ഇങ്ങോട്ട് തോന്നാൾ വരാനുള്ളത് തോന്നിയും ഇത് കാണാനും കേൾക്കാനും ഒക്കെ തൃശ്ശൂര്, തിരുവനന്തപുരം, കണ്ണൂര്, കോഴിക്കോട് ഈ ഭാഗത്തുനിന്നൊക്കെ വന്ന മഞ്ചേരി ടച്ച് ചെയ്തിട്ടാ വരിക. ആ മഞ്ചേരിയിൽ നിന്നും അടുത്ത ടൗണ് പാണ്ടിക്കാട് കഴിഞ്ഞാൽ പിന്നെ കരുവാരകുണ്ട്. ആ കരുവാരകുണ്ട് നിങ്ങൾ എത്തുമ്പോൾ എത്താൻ സമയത്ത് പുന്നക്കാട് അന്വേഷിക്കുക. പുന്നക്കാട് ഇവരുടെ ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പുന്നക്കാട്. നമ്മൾ കുന്നമംഗലത്തിനടുത്ത് കാരന്തൂർ എന്ന് പറയും പോലെ കരുവാരകുണ്ടിനടുത്ത് പുന്നക്കാട്.
ആ പുന്നക്കാട് വന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അല്ലെ, അന്വേഷിക്കണം, നേരത്തിനെ കാണുള്ളൂ. ഈ ദാറുന്നജാത്തിന്റെ ഒരു ചലനങ്ങളും കരുവാരകുണ്ടിൽ വന്നാൽ ഇന്നും കാണാൻ കഴിയില്ല. ദാറുന്നജാത്തിന്റെ ഒരു ചലനങ്ങളും കരുവാരകുണ്ട് മെയിൻ റോഡിൽ വന്നാൽ ഇന്നും കാണാൻ കഴിയില്ല. അല്ലെ, ആധികാരികമായിട്ടായി പറയുന്നത്. നിങ്ങൾക്ക് നാളെ തന്നെ വന്നു നോക്കാം. എന്റെ ഈ സംസാരം കേട്ടിട്ട് ചിലപ്പോൾ അവിടുന്ന് കേടുന്നോടത്തൊരു ഗേറ്റോ മറ്റോ അവർക്ക് വെക്കാമാണെങ്കിൽ അതിനും വേണ്ടി ഒരു 4 ദിവസം, സാധാരണ ഫ്ലക്സിന്റെ ഗേറ്റ് വെക്കാനാണെന്നാണ് ഒരു ദിവസം. നാളെ രാവിലെ നിങ്ങൾ വന്നു നോക്ക്, ദാറുന്നജാത്തിന്റെ ഒരു ചലനവും കരുവാരകുണ്ട് മെയിൻ റോഡിൽ കാണുകയില്ല. കരുവാരകുണ്ട് ഇങ്ങനെ പെരിന്തൽമണ്ണക്ക് പോകുന്ന, പാണ്ടിക്കാട്ടേക്ക് പോകുന്ന റോഡിന്റെ ഓരത്താണ് ഈ സ്ഥാപനമുള്ളത്. അവിടെ ഞാൻ ഈ പറയുന്ന പുന്നക്കാട് പുന്നക്കാടല്ല, എന്നിട്ട് അവരോട് ചോദിക്കാം, ഇവിടെ ദാറുന്നജാത്ത് എന്നൊരു സ്ഥാപനം ഉണ്ടല്ലോ, അപ്പോ അതിന്റെ മുന്നിൽ വയന്ന 4 കച്ചവടക്കാരാണ് ആ പ്രദേശത്തൊക്കെ ഉള്ളത്. കരുവാരകുണ്ടിന്റെ ഹൃദയഭാഗം അവിടുന്ന് പിന്നെയും 3 കിലോമീറ്റർ ഇപ്പുറത്ത് കിഴക്കേത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് സ്റ്റാൻഡ് അവിടെയാണ്, അങ്ങാടി അവിടെയാണ്, എല്ലാ കേന്ദ്രങ്ങളും അവിടെയാണ്. അവിടെ നല്ലോണം തല ഉയർത്തി നിൽക്കുന്ന, ആ കിഴക്കേത്തലക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു പള്ളി അത് നമ്മുടേതുമാണ്. ഈ കേന്ദ്രത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പള്ളി നമ്മുടേതാണ്. അതിലൊരു നിസ്കരിക്കാൻ പോകണ്ടെന്നൊക്കെ ഒരു സ്പീക്കർ ഇട്ട് പറഞ്ഞു നോക്കി. പക്ഷേ ആളുകളുണ്ട് അതൊക്കെ കേൾക്കുന്നത്. നല്ല റാഹത്തുള്ള പള്ളി, റാഹത്തുള്ള ഇമാമ്, അപ്പൊ റാഹത്തായി പോയി നിസ്കരിക്കാം. അങ്ങനെ ആൾക്കാർക്കാണ് പോകുന്നത്. ഒരു സ്പീക്കർ വെച്ച് പറഞ്ഞതേനും അവിടെ നിസ്കരിക്കാൻ പോകരുത്, അപ്പുറത്ത് പള്ളിയുണ്ട് ഇപ്പുറത്ത് പള്ളിയുണ്ട് എന്നൊക്കെ പറയും. ഞാനത് അവിടത്തേക്ക് വരുന്നുണ്ട്, പിന്നീട് പറയാം. ഈ പുന്നക്കാട് എന്ന് പറയുന്ന സ്ഥലം അന്വേഷിച്ച് അവിടെ ഇറങ്ങുക. ഇറങ്ങിയാൽ അവിടെ കാണുന്ന ചെറിയ 3-4 കച്ചവടക്കാർ ഒരു വിളക്കൂതി മാതിരി ഏർപ്പാട് തന്നാൽ, പണ്ട് ഈ പുന്നക്കാട് ആയിരുന്നു ഈ കരുവാരകുണ്ടിന്റെ തലസ്ഥാനം. അവിടെ ഒരു ചന്ത ഉണ്ടായിരുന്നു. ആഴ്ചയിലൊക്കെയാണ് ചന്തയെങ്കിലും ആ ചന്തയുടെ ആരവം ചന്ത കഴിഞ്ഞാൽ പിന്നെയും ഒരാഴ്ച ഉണ്ടാവും. അപ്പോൾ ഒന്നടുത്ത് ചന്തയാവും. അങ്ങനെയായിരുന്നു അവിടുത്തെ സ്ഥിതി. ഇന്ന് ഈ മാനു മുസ്ലിയാരുടെ ദാറുന്നജാത്ത് അവിടെ വന്നതിന് ശേഷം അവിടെ മണ്ണെണ്ണ വിളക്കില് എണ്ണ തീർന്നിട്ട് തിരി കത്തുന്നത് പോലെയായി. എണ്ണ തീർന്നാല്, മണ്ണെണ്ണ ഒഴിക്കുന്ന വിളക്കിൽ എണ്ണ തീർന്നാല് ആ തിരിക്കൊരു കത്തലുണ്ട്. ആ കത്തുമ്പോഴും അതിനൊരു പ്രകാശം അതേ അവിടെ ഉള്ളു. എന്നിട്ട് പാണ്ടിക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പുന്നക്കാട് ഇറങ്ങിയാൽ അവിടുന്ന് ഇടഭാഗത്തേക്ക് ചെറിയ റോഡ് കാണും. ഏകദേശം നമ്മൾ കാരന്തൂരിൽ നിന്ന് നമ്മുടെ മർക്കസിലേക്ക് പോകുന്ന അത്ര ദൂരം തന്നെ അതിനും, അത്ര ദൂരം ഒരു 50 മീറ്റർ. എന്നാൽ ഈ 50 മീറ്റർ അങ്ങോട്ട് ചെന്നാൽ അവിടെ ക്ഷീണിച്ച് നിൽക്കുന്ന 2-3 ബിൽഡിങ്ങും കാണും. അതിലേതാനും കുട്ടികളും ഉണ്ടാവും. ഏതാനും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എണ്ണിയാൽ തീരുന്ന കുട്ടികളുള്ളൂ. 1, 2, 3, 4 പറഞ്ഞത് 475, 500 ആകുന്നതിന് മുമ്പ് കുട്ടികൾ എണ്ണം തീരും. അവിടെയുള്ള സ്കൂളിലെ കുട്ടികളല്ല പറയുന്നത്. അവിടെ അവരെ സ്വാധീനം വെച്ച ഒരു ഹൈസ്കൂൾ അവിടെ ഉണ്ട്. അതിലെല്ലാ ജാതി മതസ്ഥരും ആ ഭാഗത്തു നിന്നൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. അത് അതിന്റെ ഉള്ളിലോട്ടല്ല, നമ്മളെ മർക്കത്ത് ക്യാമ്പസ് പോലെ ആ ക്യാമ്പസിലല്ല ഹൈസ്കൂൾ, അത് പുറത്തുമാണ്. ഇവരുടെ ഈ സ്ഥാപനത്തിൽ ശരീഅത്ത് കോളേജുകൾക്കുണ്ട്, യത്തീംഖാനയുണ്ട്, അഗതി മന്ദിരുണ്ട്. യത്തീംഖാനയിൽ തന്നെ ഒരു കുട്ടി അവിടെ പോയി മരിച്ചു. ഇല്ലേ, പോയി മരിച്ചത് കുട്ടിന്റെയോ സ്ഥാപനത്തിന്റെയോ ഒന്നും തെറ്റല്ല, അതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറയുന്നതുമല്ല. പക്ഷേ പിറ്റേന്ന് പേപ്പറിൽ വന്നത് ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്, യത്തീംഖാനയിൽ ആ കുട്ടി പഠിക്കുന്നത്. അതുകൊണ്ട് കുട്ടിയുടെ പിതാവ് ഗൾഫിലാണ്, വന്നതിന് ശേഷം മറവ് ചെയ്യുന്നതാണ്. ഇതാണ് യത്തീംഖാനയിൽ കുട്ടി പഠിക്കുന്ന കുട്ടികളുടെ സ്ഥിതി. ഞാനത് കൂടുതൽ പറയുന്നില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ മുഴുവൻ പറഞ്ഞു ചെയ്യും. അപ്പൊ അവിടെ യത്തീംഖാനയുണ്ട്, അഗതി മന്ദിരമുണ്ട്, ശരീഅത്ത് കോളേജും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്തായിട്ട് ആ കുട്ടികളെ എണ്ണി നോക്കിയാൽ 500 തയ്ക്കാൻ ഉൾപ്പെട്ട് കഴിയില്ല. അങ്ങനെ വിളക്കൂതി നിൽക്കുന്ന ഒന്ന് കാണാം. ഇവിടെ 978 മർക്കസിന്റെ പ്രവർത്തനവുമായി AP ഉസ്താദ് വരുന്നതിന്റെ 2 വർഷം മുമ്പ്, അഥവാ 976 ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥാപനമാണത്. അതിന്റെ സ്ഥിതിയാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇവർ പറയുന്നു AP ഉസ്താദ് അവിടെ പോയി ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത് ഒക്കെ ദീനിനെ ഭിന്നിപ്പിക്കാനാണ്, ഒരു ഗുണവും ചെയ്തിട്ടില്ല.
ഇവർ ഇഖ്ലാസിന്റെ പിരിവ് നടത്തിയിട്ട് അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇപ്പൊ കരുവാരക്കുണ്ടിൽ നമ്മൾ അടുത്തുള്ളതിന്റെ ഒന്ന് നമ്മൾ പറഞ്ഞു തന്നത്. ഇനി ഒന്നുകൂടി പറയാം, കാരണം ഇതൊക്കെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇദ്ദേഹം ഇപ്പോഴും അന്ന് 10-20 കൊല്ലം മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ നിറഞ്ഞാടി നമ്മളിങ്ങനെ സമസ്തപരം സംഘടിപ്പിച്ച് ഓരോന്നോരോന്നും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ അതിനെ തകർക്കാനും അതിനെ തളർത്താനും കഠിനാധ്വാനം ചെയ്ത ഒരു രാഷ്ട്രീയ മൗലാനയായിരുന്നു ഇത്. എന്നാൽ അദ്ദേഹത്തെ മരണത്തോടു കൂടി ആ ക്ലിപ്പണ് എടുത്തു വെച്ചിരുന്നെങ്കിൽ നമ്മളിതിപ്പോ കൊട്ടും പോലും എടുത്ത് ഇറങ്ങുന്നില്ല. പക്ഷേ ഇത് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുങ്ങിയപ്പോ ഉള്ളത് നമുക്ക് യാഥാർത്ഥ്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളോടും ഒരു തരിമ്പ് പോലും വെറുപ്പ് മനസ്സിൽ കരുതിക്കൊണ്ടല്ല പറയുന്നത്, സാധാരണക്കാരായ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ അവർ തുടങ്ങിയൊരു സ്ഥാപനമാണ് വളാഞ്ചേരിക്കടുത്ത കാർത്തല. നിങ്ങളൊന്ന് ചെന്ന് നോക്കവിടെ. നമ്മൾ നിങ്ങളോട് ആധികാരികമായിട്ട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ചെന്ന് നോക്കി പഠിക്കി കാര്യങ്ങൾ മനസ്സിലാക്കി. എത്ര കുട്ടികളെ കാർത്തല മർക്കസിൽ നിന്ന് പഠിക്കുന്നുണ്ട്. വളാഞ്ചേരി മർക്കസ് എന്നാണ് ഇതിന് പേര് പറയാ. കാർത്തലയിലാണ് അത് ഉള്ളത്. നല്ലൊരു കുന്നിന്റെ മുകളിൽ നല്ലൊരു സ്ഥാപനമുണ്ട്. അന്നത് എടുത്ത് അതിന് കോടികൾ ഇങ്ങനെ ഗൾഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലക്ഷങ്ങളല്ല, കോടികൾ തന്നെ. മാനുമുസ്ലിയാർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ കോടികൾ. എന്താണ് ആ സ്ഥാപനത്തിന്റെ വളർച്ച? എവിടെ എത്തി അത്? അല്ലേ, എവിടെ എത്തി? ബാലാക്ഷത പിടിച്ച കുട്ടികളെപ്പോലെ അല്ലേ. കുട്ടികൾക്കുണ്ടായിരുന്നു പണ്ടൊരു ബാലരോഗം എന്ന രോഗം എന്നാണ് അതിന് സാധാരണക്കാർ ഉമ്മമാരൊക്കെ പറഞ്ഞിരുന്നത്. അത് പിടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിന്റെ കയ്യും കാലും ശോഷിക്കും, തലയും പള്ളയും കുറച്ചുകൂടെ വലുതാവും, കണ്ണിന്റെ വട്ടമൊന്നും ഇങ്ങനെ കൂടും. എന്നിട്ട് ഇങ്ങനെ നോക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ ഭയങ്കര ഒരു സങ്കടമാണ്. അതുപോലെ ഈ കോടികൾ സമാഹരിച്ചു കൊണ്ടുവന്നിട്ട് ഇവരുണ്ടാക്കിയ ഈ സ്ഥാപനം സമുദായത്തിൽ നിന്ന് എത്ര ഉപകാരപ്രദമായി അത് നിലകൊള്ളുന്നുണ്ട്. നേരിട്ട് പോയി നോക്കിയാൽ കാണുന്ന കാര്യമാണ്. അതിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബസ്സിൽ കയറിപ്പോയാലും ഇവിടെ കത്തും. എന്നിട്ട് നിങ്ങൾ പോയി ഒരു നിഗഹ വീക്ഷണം നടത്തി പരിസരം ഒന്ന് പരിശോധിച്ച് ഒന്ന് വിലയിരുത്തി സാധാരണക്കാരോട് നാം ആവശ്യപ്പെടുകയാണ്. ഈ 10-40 കൊല്ലത്തോളമായി അതിന്റെ പ്രവർത്തനമായിട്ടും ഈ 40 കൊല്ലം കൊണ്ടൊരു 4 കൊല്ലത്തെ ദീനീയ വളർച്ച ഈ പറഞ്ഞ 2 സ്ഥാപനത്തിലും ഉണ്ടായിട്ടുണ്ടോ? ഇവർ ഇഖ്ലാസിന്റെ പെരുമാറത്തിയതാണല്ലോ. ആരോയും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, ആരോട് കളവ് പറഞ്ഞിട്ടില്ല, ഒരറബിനോടും അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും പൈസ വാങ്ങിയിട്ടില്ല. അഥവാ 1000 ദിർഹം ഒരു അറബി കൊടുക്കുമ്പോ ഇതെനക്ക് എങ്ങനെ കിട്ടിയതാണ്, ഏത് കച്ചവടത്തിൽ നിന്ന് കിട്ടിയതാണ്, എന്തായിരുന്നു എന്റെ കച്ചവടം, ആ കച്ചവടത്തിൽ നീ കളവ് പറഞ്ഞു വാങ്ങിയതാണോ, അല്ല നീ കച്ചവടം ചെയ്തിട്ട് അതിന് കിട്ടിയ ലാഭത്തിന്റെ വിഹിതമാണോ, നിന്റെ ഈത്തപ്പഴം വിറ്റതാണോ, അല്ലെങ്കിൽ നിനക്ക് ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ആസ്തിന്റെ അതിൽ നിന്നുള്ളതാണോ? ഇതൊക്കെ ചോദിച്ച് പഠിച്ച് അറബിയൊക്കെ സമ്മതിച്ചിട്ടേ 1000 ഉറുപ്പിക ഓല് വാങ്ങുള്ളൂ. ഞാൻ ഓരോ അഭിപ്രായം പറയാം, ഞങ്ങൾ അങ്ങനെ വാങ്ങലെന്നാണ് ഓല് പറഞ്ഞത്. അത്ര ആത്മാർത്ഥമായിട്ടാണ് ഓല് പണിയെടുക്കുന്നത്. ജെ.പി. ഉസ്താദ് ആണെങ്കിലോ അവിടെ ചെന്ന് അതിലെങ്ങനെ നടന്നു പോകുമ്പോ ഒരു അറബിനെ കണ്ട്, അല്ല നിങ്ങളടുത്ത് പലിശന്റെ പൈസ ഇതിൽ ഒഴിവാക്കിയുണ്ടോ, നിങ്ങൾ റോട്ടിൽ കിടലാണല്ലോ, അതാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടേക്കോളാം. എന്റെ അടുത്ത് പലിശന്റെ പൈസ 4000 ഉണ്ട്, എന്നാ അവർ തന്നാ. പിന്നെ ഞാനൊരു ഹോട്ടലെടുത്തതിന്റെ അതിൽ ബാറും ഉണ്ട്, ആ ബാറ് ഹോട്ടലിന്റെ വാടക കിട്ടിയതിൽ എന്റെ അടുത്ത് 2500 ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ആവും സാരല്ല എനിക്ക് തന്നളി. അങ്ങനെയാണ് എ.പി. ഉസ്താദ് വാങ്ങല് എന്നാണ് ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ പ്രചരണം. എങ്കിൽ ആ കാശ് എ.പി. ഉസ്താദ് വാങ്ങിക്കൊണ്ടുവന്നത് ഇന്ന് ലോക ജനസമക്ഷം പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. ഇവർ ഇഖ്ലാസിന് പെരുമാറത്തിയതോ അവിടെ ചെന്ന് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണെണ്ണ വിളക്കിന്റെ എണ്ണ കഴിഞ്ഞിട്ട് തിരികത്തുന്നത് പോലെ തോന്നാം കൂടിയാൽ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ രാഷ്ട്രീയ മൗലാന തന്നെ സ്വന്തം പേരിൽ സ്ഥാപിക്കാൻ ഒരുങ്ങിയ ഒരു സ്ഥാപനമാണല്ലോ തൃശൂർ ജില്ലയിൽ മാലിക്കുദ്ദീനാർ കോംപ്ലക്സ് ദേശമംഗലം. തൃശൂർ ചെന്നിട്ട് ഏത് ടാക്സിക്കാരനോടോ അല്ലെങ്കിൽ ആരോടോ ചോദിച്ചാലും ദേശമംഗലം പറഞ്ഞു തരും. ആ ദേശമംഗലത്ത് നിങ്ങളൊന്ന് പോയി നോക്ക്. ഇവർ കൊണ്ടുവന്ന കാശ് കൊണ്ട് ഈ സമുദായത്തിന് എന്തുപകാരമാണുള്ളതെന്ന്. ഇഖ്ലാസിന്റെ പൈസയാണുള്ളത് കൊടുത്തേ.
ആത്മാർത്ഥത ഇങ്ങനെ നിറഞ്ഞു തുളുമ്പായിരുന്നു. മൂപ്പര് പറയുന്നത്, ഞാനൊരു കള്ളിത്തുണി കൊടുത്ത് ഒരു കുപ്പായിട്ട് പരക്കമുണ്ടും തോളിലിട്ടാണ് ഞങ്ങൾ നടക്കല്. അത്രയും നിന്ദതയോടുകൂടിയായിരുന്നു എന്റെ ജീവിതം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് എത്രത്തോളം ഭംഗിയിൽ നടക്കാൻ കഴിയുമോ അത്രത്തോളം ആ മനുഷ്യൻ ആദരവ് നൽകും. അത് കിബിറല്ല. നല്ല വസ്ത്രം ധരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക അല്ലേ, ഇതൊന്നും കിബിറല്ല. പക്ഷേ കിബിർ വരുന്നത് മനസ്സിലാണ്. എന്റെ തിരക്കടില്ല, എന്റെ കാറ് തിരക്കടില്ല, ഞാൻ തിരക്കടില്ല എന്ന് തോന്നിപ്പോയാൽ അവൻ ഏത് വസ്ത്രം ധരിച്ചാലും ശരി, അത് കിബിറാണ്. ഇയാളെ മാതിരി ആഴ്ചക്കൊരുക്ക തിരുമ്പി 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുളിച്ച് എന്നിട്ടൊരു പുയ്ത്ത് നാടുന്ന ഒരു ചോർത്തുമുണ്ടും തോളിലിട്ട് നടന്നാല് അത് വലിയ വിനയാന്നാ മനസ്സിലാക്കല്. അങ്ങനെ ദുന്യാവുമായി ബന്ധമില്ലാത്ത കുറെ ആളുകൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. മഹാനായ സി.എം. വലിയുള്ളാഹി ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാലം കാട്ടിൽ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ ജീവിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചുരണ്ടിയെടുക്കാൻ മാത്രം മണ്ണ് ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. കാരണം മഴക്കാലമായാലും വേനൽക്കാലമായാലും കിടത്തവും ഇരുത്തവും ഒക്കെ മണ്ണിലാണ്. ഇത് മണ്ണാണോ അല്ലേ എന്ന് ചിന്തിക്കാനുള്ള സന്ദർഭമില്ല. അള്ളാഹുവിലേക്ക് ജീവിക്കുകയായിരുന്നു ഇവർ. അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കും. ഇവിടെ അതല്ല. ഇവിടെ രായ്ക്ക് രാമായണം എല്ലാ പ്രദേശത്തും ചെന്ന് അയാളെന്നെ പറയാം, ഒരു ദിവസം എനിക്ക് 8 പരിപാടി 10 പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അയാളിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചരിക്കുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യന്മാരെ പോലെ അവർ വസ്ത്രം ധരിക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഉറങ്ങണതൊക്കെ വേണമല്ലോ. ഔലിയാക്കള മർത്തബയിലെത്തിയാൽ അവർ ഉറങ്ങൽ മറക്കും, ഭക്ഷണം കഴിക്കൽ മറക്കും, വെള്ളം കുടിക്കൽ മറക്കും. ചിലപ്പോ വസ്ത്രം ധരിക്കാൻ പോലും മറന്നു എന്ന് വന്നേക്കാം. കാരണം അവരുടെ ചിന്ത ദുന്യാവിലല്ല, അള്ളാഹുവിന്റെ അടുക്കലാണ്. ഈ കാരണം കൊണ്ട് അങ്ങനെയായിരുന്നു ഇവരൊക്കെ. നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കോളേജിന്റെ എല്ലാ വരുമാനങ്ങളും അതിന്റെ ബിൽഡിങ്ങുകളും ഒക്കെ അശ്രാന്ത പരിശ്രമം ചെയ്ത് ബഹുമാനപ്പെട്ടവർ പടുത്തുയർത്തുകയും ആ പടുത്തുയർത്തിയ ഞാൻ പതിവിന്റെ ഭാഗം അതിൻ്റെ ഒരു ഫോൺ വന്നതാണ്. ആ പടുത്തുയർത്തിയ ആ സ്ഥാപനം അതിന്റെ ശരിയായ നിറവിലെത്തുമ്പോൾ ഈ കക്ഷികൾ ഗൂഢശ്രമം നടത്തി കള്ളത്തരത്തിലൂടെ കുറെ രാഷ്ട്രീയക്കാരെ അതിൽ തിരികെ കയറ്റി ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് ശിഹാബ് തങ്ങളെ സ്വാധീനിച്ച് ആ സ്ഥാപനം അവർ സ്വന്തമാക്കി. ബഹുമാനപ്പെട്ട കൊമ്പം മുഹമ്മദ് മുസ്ലിയാരെ നിഷ്കരണം മഹാനായ ശംസുൽ ഉലമയെ പട്ടിക്കാട് നിന്ന് ഇറക്കി വിട്ടതുപോലെ ഈ കൊമ്പം മുഹമ്മദ് മുസ്ലിയാരെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. ബഹുമാനപ്പെട്ടവരും ബഹുമാനപ്പെട്ടവരുടെ കീഴിലുണ്ടായിരുന്ന താലിമീങ്ങളും സങ്കടത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്ന ഹസനിയ മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളി മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ പേരിൽ സ്ഥാപിതമായ ആ ഹസനിയ കോളേജ് സ്ഥാപനം ഇന്ന് പാലക്കാട് ജില്ലക്ക് മുഴുവനും വെളിച്ചം വീശിക്കൊണ്ട് അവിടെ നിലനിൽക്കുന്നു. വെളിച്ചം വീശിക്കൊണ്ട് ആ അൻവരിയ കോളേജും പൊട്ടച്ചിറ ഒന്ന് പോയി നോക്കൂ നിങ്ങൾ, എന്താണ് അതിന്റെ സ്ഥിതി. കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ ആത്മാർത്ഥയുടെ നിറകുടമായ ആ ദീനീ പ്രവർത്തകനായ മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കുരുത്തക്കേടെന്ന് മാത്രമെന്ന് അവിടെ ചെന്നാലിന് കാണാൻ കഴിയും. എന്താണ് അൻവരിയ കോളേജിന്റെ സ്ഥിതി? നേരത്തെ എന്തായിരുന്നു സ്ഥിതി? നിഷ്പക്ഷമതികൾ, ചിന്തിക്കാൻ കഴിവുള്ളവർ, കണ്ണുള്ളവർ, കാതുള്ളവർ ഒന്ന് പോയി നോക്ക്, നേരിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കിയാൽ ഈ കാര്യത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ചെയ്യും. എന്നിട്ടൊന്ന് നിങ്ങൾ പാലക്കാട് ഹസനിയ കോളേജിലേക്ക് ചെല്ലും. അതിന്റെ ശേഷം പുറത്തു തുടങ്ങിയ ആ സ്ഥാപനത്തിന്റെ പുരോഗതിയും അതിന്റെ വളർച്ചയും എന്താണെന്ന് മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇത് 2 മിനിറ്റുള്ള ക്ലിപ്പാണ്. ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അയാളോട് സംസാരിച്ചതിന് ശേഷം ബാക്കി ഞാൻ പറയുന്നതാണ്. അസ്സലാമു അലൈക്കും. ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ മൂലാനയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാറിൽ തന്നെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്.
കാറിന്റെ മണമൊക്കെ അത് വേറെ. AP ഉസ്താദ് കയറിയ വണ്ടിയിലൊന്നും അവർക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ഇവർക്കൊണ്ട് കഴിയില്ല. AP ഉസ്താദിന് അതേ പദവി ആഖിറത്തിൽ കിട്ടുമ്പോൾ അപ്പോഴും ഇവരിങ്ങനെ അന്തിച്ച് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കേണ്ടി വരും. അത് മറ്റൊരു കാര്യം. അവരും പോയിരുന്നത് കാറിൽ തന്നെയാണ്, അവരും കഴിച്ചിരുന്നത് മൃഷ്ടാന്ന ഭോജനം തന്നെയാണ്. എന്നിട്ട് ഓരിങ്ങനെ പറയാം, ഞാനൊരു പരിക്കമുണ്ടോ തോളിലിട്ട് നടക്കലാണ്, നിങ്ങൾ പരിക്കമുണ്ടോ അല്ലെങ്കിൽ പരിക്കില്ലാത്തമുണ്ടോ ഏത് നിങ്ങൾക്ക് ധരിക്കാം, നിങ്ങൾക്കിടാം, അത് നിങ്ങൾ മറ്റൊരാൾ അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് വേണോ അത്. അങ്ങനെ ഇഖ്ലാസോടുകൂടി അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ട് എന്താണ് ഇവിടെ കാണാനുള്ളത്? അപ്പൊ 3 സ്ഥലം കരുവാരക്കുണ്ട്, വളാഞ്ചേരി, ദേശമംഗലം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. എന്നിട്ട് ഈ ഇത്രയും സ്ഥാപനങ്ങൾക്ക് പകരം ഏറ്റവും ചുരുങ്ങിയത് എന്റെ നാട്ടിന്റെ അടുത്ത്, നിലമ്പൂരിന്റെ അടുത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂറ്റമ്പാറ ഉസ്താദ്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി 1990 സ്ഥാപിച്ച മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ നിങ്ങളൊന്ന് പോയി നോക്കി. ബഹുമാനപ്പെട്ട മാളിയേക്കൽ സുലൈമാൻ സഖാഫി നടത്തുന്ന വെട്ടിച്ചിറ മജ്മഉ, വെട്ടിച്ചിറ നാഷണൽ ഹൈവേയുടെ ഓരത്താണത്. ഒന്ന് ചെന്ന് നോക്ക്. 20 വർഷമേ ആയിട്ടുള്ളൂ, 25 വർഷമേ ആവുന്നുള്ളൂ. 1990 ശേഷം സ്ഥാപിതമായതാണ്. ഒന്ന് ചെന്ന് നോക്ക് നിങ്ങളവിടെ. 3 ഞാൻ പറഞ്ഞതിന് 2 മാത്രം പറയുന്നു. മർക്കസ് പറയണ്ട, ഖലീൽ തങ്ങളുടെ മഅ്ദിന് പറയണ്ട, പേരോട് ഉസ്താദിന്റെ സിറാജ് പറയണ്ട, ബഹുമാനപ്പെട്ട MA ഉസ്താദ് പടുത്തുയർത്തിയ സഅദിയ പറയണ്ട. ഇത് ചെറുതായിട്ടുള്ള പറയണ. ഇത് തന്നെ ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന്റെ 1/3 ഭാഗം കുട്ടികൾ. ഇവരൊക്കെ നമ്മളെ ഈ പ്രസ്ഥാനത്തിലെ 2ാം നിര നേതാക്കളാണ്. ഇതുപോലെ ചെറുതാക്കി കണക്കാൻ പറയുന്നതല്ല. 1ാം നിര നേതാക്കൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അതുപോലെ ഖലീൽ തങ്ങള്, പൊന്മൾ ഉസ്താദ്, ചിത്താരി ഉസ്താദ്, ഇങ്ങനെയൊക്കെയുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവരൊക്കെ അതിന്റെ തൊട്ട് പിന്നിലുള്ള 2ാം നിര നേതാക്കളാണ് അല്ലേ. നമ്മളത് പറയുമ്പോൾ ഉള്ളതൊക്കെ ഏതുള്ളതുപോലെ പറയണല്ലോ. ഇവരും AP ഉസ്താദിന്റെ അതേ പദവിയിലാണ് ഇവരൊക്കെ എന്ന് പറയാൻ അവരെന്നെ സമ്മതിക്കൂല. ഈ 2ാം നിര നേതാക്കൾ നടത്തുന്ന 2 സ്ഥാപനമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ആ സ്ഥാപനത്തിലുള്ള കുട്ടികളുടെ 1/3 ഭാഗം കുട്ടികൾ ഇവരുടെ ഈ 3 സ്ഥാപനത്തിലും ഉണ്ടെന്ന് തെളിയിക്കാൻ ചേളാരികളെ നിങ്ങൾക്ക് കഴിയുമോ? ഈ ക്ലിപ്പുമായി നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഊരി ചുറ്റുന്നുണ്ടല്ലോ. ആ മരണപ്പെട്ടു പോയ മൗലവിയുടെ റൂഹാനി ആയിട്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ പറന്നു നടക്കുന്നു. അത് പ്രചരിപ്പിക്കുകയും അതുവഴി സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചേളാരി വിഭാഗത്തിലുള്ള സാധാരണക്കാരോടാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്തിന് നിങ്ങളെ സമയം വൃഥാ ചെലവാക്കണം? ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ എന്തിന് സമയം കണ്ടെത്തണം? ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, നിങ്ങളെ ഈ പറഞ്ഞ 3 സ്ഥാപനത്തിലുമുള്ള കുട്ടികൾ ഇതിലുള്ള ഒരു സ്ഥാപനത്തിന്റെ 1/3 ഭാഗം കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ടോ? 3ലും കൂടി. അപ്പോൾ പറയും നമ്മളെ ചെമ്മാട് ദാറുൽഹുദയിൽ ഞങ്ങൾക്ക് തോന്നെ കുട്ടികളുണ്ട്. എന്നാൽ ആ കുട്ടികളുടെ എണ്ണം പറയട്ടെ എത്ര ഉണ്ട് അല്ലേ? ആ കുട്ടികളുടെ എണ്ണം ഇതിലുള്ള ഒരു സ്ഥാപനത്തിലുള്ള കുട്ടികളുടെ അത്രയും എണ്ണം അതിലുമില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയില്ല. ഇനി അത് പിരിക്കട്ടെ, ഏകദേശം 50 കൊല്ലത്തിലധികമായി പ്രവർത്തിക്കുന്ന മഹാനായ ശംസുൽ ഉലമ കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ കയ്യിലകപ്പെട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ മുഖച്ഛായയും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പട്ടിക്കാട് കോളേജിന്റെ സ്ഥിതി എന്താണ്? ഈ 50 കൊല്ലത്തിലധികം പ്രവർത്തിച്ചിട്ട് അവിടെ നിങ്ങൾ ചെന്നു നോക്ക്. ഒന്ന് ചെന്നു നോക്ക്. ഈ പറഞ്ഞതുപോലെ വിളക്കിൽ എണ്ണ തീർന്നിട്ട് തിരി കത്തുന്ന അവസ്ഥ നിങ്ങൾക്ക് അവിടെയും കാണാം. അങ്ങനെ ചേളാരികളാൽ ഇപ്പോൾ നടത്തപ്പെടുന്നതും പണ്ട് നമ്മളൊക്കെ എല്ലാവരും കൂടി എടുത്തതുമായ സ്ഥാപനം. എല്ലാവരും കൂടി എടുത്തു പറഞ്ഞാൽ ഈ ദാറുന്ന ജാത്ത് എടുത്തത് മാനുഷുകാർ ഒറ്റക്കല്ല, ചേളാരി സംസ്ഥക്കാർ ഒറ്റക്കല്ല. അതിൽ
ആ ദാറുന്നജാത്തിന്റെ ഉള്ളിലുള്ള 983-84 കാലങ്ങളിൽ 10 ലക്ഷം ഉറുപ്പിക മതിപ്പുള്ള ആ പള്ളി സാധുവായിരിക്കുന്ന ഞാൻ അബൂദാബിയിലുള്ള ഒരു അറബിയോട് പറഞ്ഞ് മാനുഷ്യാർക്ക് വാങ്ങിക്കൊടുത്തതാണ്. മാനുഷ്യാർ പോയി ചോദിച്ചിട്ട് അറബിക്ക് അത്രയാണ് മനസ്സ് പിടിക്കാത്തത് കൊണ്ട് എനിക്ക് പരിചയമുള്ള അറബിയാണെന്ന് മനസ്സിലാക്കി മാനുഷ്യാർ എന്നെ സമീപിച്ചു. അന്നിങ്ങനെ ഉഷാവറ പുനഃസംഘടിപ്പിക്കുകയോ മഹാനായ മർഹൂം താജുൽ ഉലമ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയോ ചെയ്തിട്ടില്ല. 982-83 കാലങ്ങളിലുള്ള അവസ്ഥയാണ് പറയുന്നത്. TC നിങ്ങളൊന്ന് പറഞ്ഞാൽ കേൾക്കും എന്നോട് പറഞ്ഞിട്ട്, പള്ളിയുടെ കാര്യമല്ലേ, അവരന്നും ഈ കുറ്റത്തിരിപ്പും കൊണ്ട് നടക്കുന്ന കാലാണ്. ഈ മാനവീയരും പാർട്ടിയൊക്കെ അന്നും കുറ്റത്തിരിപ്പും കൊണ്ട് നടക്കുന്ന കാലാണ്. കാരണം AP ഉസ്താദും ഷെയ്ഖുനുമൊക്കെ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഇവർ ഒരു കളി അവിടെ നടക്കണില്ല. അതുകൊണ്ട് വലിയ വെറുപ്പോലൊക്കെ ഉണ്ട്. കൈനോട്ടൊക്കെ ഒരു പാരവെക്കുകയും ചെയ്യും. അവര് ഈ അരീക്കാട് പള്ളി മറ്റേ മണ്ണാങ്കട്ടിയൊക്കെ ഉണ്ടാക്കിയ കാലത്താണത് കേട്ടോ. എന്നാലും ഒരു നാട്ടിൽ ഒരു സ്ഥാപനത്തിൽ ഒരു പള്ളിയല്ലേ എന്ന് മനസ്സിലാക്കി ഞാൻ അറബി ഞങ്ങൾ അസംസ്കരിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത പള്ളിയിൽ ചെന്ന് അസംസ്കാരം കഴിഞ്ഞ് ആ പള്ളിയുടെ മുറ്റത്ത് ഒരു മജ്ലിസ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ സംസ്കരിക്കാൻ വരുന്നവരൊക്കെ കുറച്ച് സമയം ഇരിക്കും. അപ്പൊ ആ അടുത്ത വീട്ടിൽ നിന്ന് കാവയും സുലൈമാനിയും ചായയും ഈത്തപ്പഴവും ഒട്ടകത്തിന്റെ പാലതൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അതൊക്കെ എല്ലാവരും കുറച്ചൊക്കെ കുടിച്ച് എന്നിട്ടിങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിച്ച് ഓരോരുത്തരും പിരിഞ്ഞു പോകും. അങ്ങനെ 10 മിനിറ്റ് ഞങ്ങളൊക്കെ അടിയിൽ നിന്ന് ചായ കുടിച്ച് കാവ കുടിച്ച് ഈത്തപ്പഴം തിന്ന് അങ്ങനെ ഓരോരുത്തർ പിരിഞ്ഞു പോയപ്പോ ഞാന് ഈ അറബിയോട് പറഞ്ഞു, അല്ലെ അദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ അറിയുന്നവരിപ്പോ UAE എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഷൈബ ഹമീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നത്. അവരോട് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് മുസ്ലിയാർ, മാനു മുസ്ലിയാരാണെങ്കിൽ മുഹമ്മദാണ് പേര്, ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങനെ അവരുകൾ സ്ഥാപനം നടത്തുന്നുണ്ട്, അതിലൊരു പള്ളി വേണം, അതിനുവേണ്ടി സമീപിക്കണം. അപ്പൊ എന്റെ അടുത്ത് വന്നിരുന്നു. ഇപ്പൊ മാനു മുസ്ലിയാർ എന്നെക്കാൾ വലിയ പണ്ഡിതനാണ്, എന്നേക്കാൾ കൂടുതൽ അങ്ങനെ പ്രായമുള്ള ആളാണ്, ഒരുപാട് കാലം ദർശനം നടത്തിയ ആളാണ്, നല്ലോണം ദർശനം നടത്താൻ കഴിവുള്ള ആളുമാണ്. ഇതൊന്നും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല. പക്ഷേ അറബികളോടുള്ള പെരുമാറ്റവും ശൈലിയുമൊന്നും വേണ്ടതുപോലെ പരിശീലിക്കാത്ത ആളായിരുന്നു. അതൊരു കുറവായിട്ട് കാണുന്നതല്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അങ്ങനെ കഴിയില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് മറ്റാൾക്ക് അത്ര വലിയങ്ങോട്ട് മനസ്സിൽ പിടിച്ചിട്ടില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഈ ഒരു ലെറ്റർ ഉണ്ട്, ഒരു അപേക്ഷ, അത് ദാറുന്നജാത്തിന്റെ ലെറ്റർ ഹെഡാണ്. അതിൽ മാനു മുസ്ലിയാരുടെ പേരുണ്ട്. അപ്പൊ ഇതിൽ KT മുഹമ്മദ് അലിയസ് മാനു മുസ്ലിയാർ ഇംഗ്ലീഷിൽ, പിന്നെ അറബിയിലും പേരുണ്ട്. അത് KT മുഹമ്മദ് മുസ്ലിയാർ അലിയസ് എന്ന് എഴുതിയാൽ അത് അറബിയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇല്യാസ് എന്നും വായിച്ചു. അങ്ങനെയുള്ള എഴുത്തിന്റെ കോലം. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് അറബി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അന ബിഹഖി ഫുലൂസ് അന മാ അറബ് മുഹമ്മദ് വല മാനു വല ഇല്യാസ്. അറബി മനസ്സിലാക്കിയ എന്താണ്, ഈ 3 പേരും കണ്ടപ്പോൾ ഒന്ന് മൂപ്പരെ പേര്, ഒന്ന് ബാപ്പാന്റെ പേര്, ഒന്ന് വല്യാപ്പാന്റെ പേര്, ഓലെങ്ങനെയാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് പറഞ്ഞു അനമാ അർഹു മാനു വല മുഹമ്മദ് വല ഇല്യാസ് അന ബിഹഖി ഫുലൂസ് വൽതക്കും. ഞാൻ ആ പൈസ നിങ്ങൾക്ക് തരാം, എന്നിട്ട് നിങ്ങൾ ഉത്തരവാദിത്തം എടുത്തു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, മാനു എങ്ങനെ പറയേണ്ടത്, ആയിക്കോട്ടെ TC വാങ്ങിക്കോളിന്ന്. അങ്ങനെ ആ 10 ലക്ഷം ഉറുപ്പികക്കുള്ള ദിർഹമിൽ 3 ലക്ഷം ഉറുപ്പികക്കുള്ള ദിർഹം അറബി മാനു മുസ്ലിയാർ മുഖേന എന്നെ ഏൽപ്പിച്ചു. ഞാനത് ഇവിടെ ബാങ്കിൽ കൊടുത്ത്, അന്ന് കാളികാവ് ബാങ്കിൽ എന്റെ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് അയച്ച് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർക്ക് അതിനുള്ള ചെക്കും 3 ചെക്ക് ഓരോ ലക്ഷത്തിനായിട്ട് എഴുതി കൊടുത്തു. അങ്ങനെയാണ് അതിന്റെ പണി തുടങ്ങുന്നത്. ഞാനത് വിശദീകരിക്കുകയല്ല. അപ്പൊ ആ പള്ളി അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തതാണ്. അപ്പൊ അതൊക്കെ നമ്മളെ സ്ഥാപനമാണ്. മാനു മുസ്ലിയാർ ദാറുന്നജാത്ത് നമ്മളെ സ്ഥാപനമാണ്. KK അബൂബക്കർ ഹസ്രത്ത് മുൻകൈയെടുത്തിട്ടുണ്ടാക്കിയ വളാഞ്ചേരി മർക്കസിലും അന്ന് ഒരു ദീനീ സ്ഥാപനമല്ലേ എന്ന് കരുതി ഞാൻ UAE കാലത്ത് എന്നെ കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ അതിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മളെപ്പോലുള്ളവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയത് ഓലിപ്പോ കൈവശം വെച്ച് ഫുള്ളായി കൈവശം വെച്ച് നടത്താൻ തുടങ്ങിയപ്പോഴാണ്
ഈ വിളക്കിലെ എണ്ണ തീർന്ന് തിരി കത്തുന്ന പോലെ കത്താനായി. അതുപോലെ തന്നെയായിരുന്നു പട്ടിക്കാട് കോളേജും. ബഹുമാനപ്പെട്ട മർഹൂം ആപ്പു ഹാജി എന്നവർ അദ്ദേഹത്തിനുള്ള സ്വത്തൊക്കെ കൊടുത്തെങ്കിലും അത് ഒരു ചെറിയ നിരക്കാണെന്ന് തുടങ്ങിയത്. അത് വിപുലപ്പെടുത്താൻ വേണ്ടി കേരളത്തിന്റെ പല ഭാഗത്തും മഹാനായ ശംസുൽ ഉലമ അവിടെ പ്രിൻസിപ്പാളായപ്പോൾ ശംസുൽ ഉലമയോടുകൂടെയും ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളോടൊപ്പവും വിവിധ സ്ഥലങ്ങളിൽ അതിന് കലക്ഷന് പോയ അവിടെ ഹാദ്യമായുണ്ടായ ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് നമ്മളൊക്കെ പടുത്തുയർത്തിയതാണത്. പക്ഷേ ബാപ്പുവാജി കൊടുത്ത ആ സ്വത്തിനുള്ള അതിനുള്ള വരുമാനത്തിന്റെ ഒരു നടത്തിപ്പ് പോലും ഇന്നവിടെ ഇല്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അല്ലെങ്കിൽ അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ 50 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ഒരു 50,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സർവകലാശാല ആകേണ്ടതായിരുന്നു. ഇനി 50,000 പോട്ടെ, 30,000 അല്ലെങ്കിൽ 20,000 10-30 കൊല്ലത്തെ എ.പി. ഉസ്താദിന്റെ അശ്രാന്ത പരിശ്രമം കാരണം 40 കൊല്ലമായി മർക്കസ് തുടങ്ങിയിട്ടെങ്കിലും അത് വാരാർച്ചതയിലായിരുന്നല്ലോ കുറെ കാലം. ഒരു 30 കൊല്ലത്തെ അശ്രാന്ത പരിശ്രമം കാരണം 20,000-ലധികം കുട്ടികൾ ആ ക്യാമ്പസിൽ പഠിക്കുന്നില്ലേ? മർക്കസിനോടനുബന്ധിച്ച് 1,00,000 കുട്ടികൾ പഠിക്കുന്നില്ലേ? ഇന്ന് 300-ലധികം സ്കൂളുകൾ അതിന്റെ കീഴിൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ലേ? നിരവധി മറ്റ് സ്ഥാപനങ്ങൾ അതിന്റെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഒന്ന് എണ്ണി കാണിച്ചു തരാൻ ഇവർക്ക് കഴിയുമോ? അവരോട് നാം ചോദിക്കണം. ഇവർക്ക് കഴിയുമോ അതിന്? ഇന്ന് ആ കോളേജിന്റെ സ്ഥിതിയും ഇതുപോലെ വിളക്കിൽ എണ്ണ തീർന്നതുപോലെയല്ലേ അതിന്റെയും സ്ഥിതി? സാധുവായിരിക്കുന്ന ഞാൻ ശംസുൽ ഉലമയുടെ കൂടെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ബഹുമാനപ്പെട്ടവരെ സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്റെ നിർബന്ധപ്രകാരം ഒരു കലക്ഷന് കൊണ്ടുപോയി ശംസുൽ ഉലമയെ കാണിച്ചു കൊടുത്ത് മുന്നിൽ നിർത്തി ശംസുൽ ഉലമയുടെ ബഹുമാനവും ആദരവും പറഞ്ഞു ഈ സ്ഥാപനത്തിനാണ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് സിംഗപ്പൂരിലെയും അതുപോലെ മലേഷ്യയിലെയും മലയാളികളായ പ്രമാണിമാരെ കണ്ട് സമ്പത്ത് ശേഖരിച്ചിട്ടാണ് ഇന്ന് നന്ദി ദാറുസ്സലാം അറബിക് കോളേജിനുള്ള കോഴിക്കോട്ടെ മാവൂർ റോട്ടിലെ ബ്രിഡ്ജിന്റെ താഴത്തുള്ള ദാറുസ്സലാം കോംപ്ലക്സും അതുപോലെ വെസ്റ്റ് ഹിൽ ഭാഗത്തുള്ള ഗോഡൌണും സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ വരുമാനം കൊണ്ടാണ് ഇന്ന് ആ സ്ഥാപനം നടക്കുന്നത്. എങ്കിൽ ആ സ്ഥാപനം അവർ മാത്രം ഉണ്ടാക്കിയതാണോ? നമ്മളൊക്കെ കൂടി ഉണ്ടാക്കിയതാണ്. അതും ഇന്ന് നിങ്ങൾ ചെന്ന് നോക്ക്. നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ കോംപ്ലക്സ് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജിന്റെ താഴത്താണെങ്കിൽ നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് റെയിൽവേ പാലത്തിന്റെ താഴത്തായി ആരും കാണാതെയായി മാറിയിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനവും അങ്ങനെ മന്ദീഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ വളാഞ്ചേരിയും ഈ പട്ടിക്കാടും ഈ ദേശമംഗലവും കരുവാരകുണ്ടും നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് ചെയ്യുന്ന നന്ദിയും ഒക്കെ നമ്മുടെ ഈ ചുറ്റുവട്ടത്താണ്. ഒന്ന് പോയി നോക്ക്, നിങ്ങൾ ഒന്ന് പരിശോധിക്കുക എത്രത്തോളം അതിന് പുരോഗതിയുണ്ട് എന്ന്. ഇവർ പറയുന്നു ഇഖ്ലാസിന്റെ പണം പിരിക്കലാണ് ഞങ്ങൾ പിരിച്ചിരുന്നത്. ഇഖ്ലാസ് ഇങ്ങനെ തുളുമ്പി നിന്നിരുന്ന ആളുകളാണ് നമ്മൾ ആലിമീങ്ങളൊക്കെ. അവർ ദുന്യവിയായിട്ടൊന്നും ചിന്തിച്ചില്ല, ഇവ മുഹ്റവിയായിട്ട് മാത്രം. അവർ ദുന്യാവിലൊക്കെ മറന്നുപോയവരാണ്. എന്നിട്ട് അങ്ങനത്തെ ഈ ഉഹ്റവിയ ആലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന നിങ്ങളുടെ നേതാക്കൾ നടത്തിവരുന്ന ഈ സ്ഥാപനം സ്ഥാപിച്ചവർ മാത്രമല്ല, ഇവിടെ സ്ഥാപിച്ചതാണ്. ആ സ്ഥാപനത്തിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്ക്. എന്നിട്ട് അവര് ഇയാൾ മറ്റൊന്ന് പറയുന്നു. പൊട്ടച്ചിറ അൻവരിയ കോളേജ് ബീരാൻ ഔലിയപ്പാവന്റെ പൊരുത്തം നേടി ഒരു സഹോദരി ഇസ്ലാമിലേക്ക് വന്ന് പൊട്ടച്ചിറമാമ എന്നറിയപ്പെടുന്ന ആ ബഹുമാനപ്പെട്ട മഹദീയവറുകളുടെ സ്വന്തം പരിശ്രമത്താൽ ഒരു പള്ളി, അതിന്റെ ചുമര് തന്നെ കരിങ്കല്ലാണ്, പിള്ളേര് കരിങ്കല്ല്, അങ്ങനത്തെ ഒരു പള്ളി, ആ പള്ളി സ്ഥാപിച്ചുകൊണ്ടാണ് അവിടെ തുടക്കം കുറിച്ചത്. അത് ബഹുമാനപ്പെട്ട കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ ഒരു ദീനി ദായിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ അബുദാബിയിൽ വരുമ്പോ ദുബൈയിൽ വരുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. നടന്നും ഓടിയും അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പലരെയും സമീപിച്ച് ആ അൻവരിയ കോളേജ് ഒരു നിലവാരത്തിലെത്തിച്ചു. അന്ന് തന്നെ അവരോടൊക്കെ നമ്മൾ പറയുമായിരുന്നു, നിങ്ങൾ ഈ സമവായം പറഞ്ഞു നടന്ന് പാണക്കാട്ടിൽ നിന്നുള്ള ഓരോ പ്രസിഡന്റുമാക്കിയാൽ നിങ്ങൾ അധ്വാനിച്ച് ഇതൊക്കെ
ലെവലാക്കി കൊണ്ടുവന്നാൽ ഉള്ള സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. എന്താണ് അവർ ചെയ്തത്? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ബഹുമാനപ്പെട്ട കൊമ്പം മുഹമ്മദ് മുസ്ലിയാരെ നിഷ്കരണം അവിടുന്ന് ഇവർ പുറത്താക്കിയിട്ട് അവർ മനസ്സിലാക്കിയത് ഇത് അസ്തമിച്ചു പോകുമെന്നായിരുന്നു. പക്ഷേ ആത്മാർത്ഥയുടെ നിറവിടമായി ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇന്ന് പാലക്കാട് ജില്ലക്ക് മുഴുവനും പ്രക്ഷോഭിതമായി ആ സ്ഥാപനം നിലനിൽക്കുന്നു. അതിന്റെ കാര്യദർശി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, അവരുടെ ശിക്ഷണത്തിലും മേൽനോട്ടത്തിലും ബഹുമാനപ്പെട്ട കൊമ്പം മുഹമ്മദ് മുസ്ലിയാരുടെ ആത്മീയമായ നേതൃത്വത്തിലും ഇന്നത് പരിലസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ തമ്മാടിത്തരം കാട്ടിയ ഈ പൊട്ടച്ചിറയുടെ സ്ഥിതിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളക്കിൽ എണ്ണ തീർന്നിട്ട് തിരി കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇവരുടെ ഈ ജൽപ്പനങ്ങളുടെ മറുപടി എന്നും ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ 10-20 കൊല്ലം മുമ്പുള്ളത് പ്രസംഗിച്ചത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പലതും ഇനിയും പ്രചരണത്തിൽ വന്നേക്കാം. പക്ഷേ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ അത്തരം വ്യാജമായിരിക്കുന്ന ക്ലിപ്പുകളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളോ കേട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ നാം ഒരിക്കലും പ്രവർത്തിക്കരുത്, നാം ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ഏറ്റവും വലുത് ഈമാനാണ്. ആ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അനിവാര്യമാണ്. അതിന് ഇന്ന് നമുക്ക് മാതൃകയായിട്ടുള്ളത് നേതൃനിലയിൽ പരിലസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ചെറിയ റോസാപ്പൂവിന്റെ പരിമളം പോലെ ആ പരിശുദ്ധമായിരിക്കുന്ന മനസ്സും അതിനേക്കാളുപരി ആ മനസ്സിന്റെ ഒരു കണ്ണാടിയായിക്കൊണ്ട് കാണുന്ന മുഖവും നമുക്കിന്ന് കാണാൻ കഴിയുന്നത് മഹാനായ കാന്തപുരം ഉസ്താദിലൂടെയാണ്. ആ ഉസ്താദിന്റെ അന്നുള്ള നിലപാട് കാരണം പണ്ഡിതന്മാർ മുഴുവനും ബഹുമാനപ്പെട്ടവരെ ആദരിച്ചു, ബഹുമാനിച്ചു, സ്നേഹിച്ചു. തന്നേക്കാൾ ഒരൽപ്പം പ്രായം കൂടുതലുള്ളവർ പോലും നേതൃനിരയിൽ AP തന്നെ വേണമെന്നുള്ള നിർബന്ധം പിടിച്ചു. അങ്ങനെ നേതാവായപ്പോൾ അനുയായിയേക്കാൾ കൂടുതൽ വിനയം കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സംഘടനാ രംഗത്ത് തിളങ്ങി. അങ്ങനെയുള്ള ആത്മാർത്ഥത കാരണം ഇന്ന് അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്ത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് പ്രചരിപ്പിക്കുവാനും അതിന് അനുയായികളെ സൃഷ്ടിക്കുവാനും ഈ സ്ഥാപനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായി അത് വളർത്തി നടത്തിക്കൊണ്ടുപോകുവാനും ബഹുമാനപ്പെട്ട AP ഉസ്താദുകൾക്ക് സാധിക്കുന്നു എന്നത് വളരെ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് സ്തുതിച്ചുകൊണ്ട് നമുക്കൊക്കെ അഭിമാനിക്കാം. നിങ്ങൾക്കറിയുമോ, ഇന്നും മർക്കസിന് കോടിക്കണക്കിന് ഉറുപ്പികയുടെ കടമുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ കടം. ഈ ഉള്ള സമയത്ത് പോലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് മർക്കസിന്റെ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. 2004 മൗദൂദികളുടെ മൗദൂദ്യമം പത്രം എടുത്ത് പരിശോധിച്ചാൽ 2004 പ്രസിദ്ധീകരിച്ചതാണ്. അതൊന്ന് പരിശോധിച്ചു നോക്കിയാൽ പലതും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. മർക്കസ് കോംപ്ലക്സ് കൊണ്ടുപോയി പണയം വെച്ചു, 5 കോടി റുപ്യക്ക് പണയം വെച്ചു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ അതിന്റെ യഥാർത്ഥ ആധാരമൊന്നുമില്ല. അതിന്റെ കോപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട് മൗലാന മുഹമ്മദ് റോഡിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 5 കോടി കൊടുത്തു. എന്നിട്ട് അതിനത്ര 15 ലക്ഷത്തെ തിരിച്ചടച്ചിട്ടുള്ളൂ. ഇപ്പോ 7 കോടി ആയിട്ടുണ്ട്. ഇതൊക്കെ അന്ന് ഞാൻ വായിച്ചൊരു ഓർമ്മക്ക് പറയുന്നതാണ്. കൊല്ലം കുറെ ആയിപ്പോ 2014 നടന്നാല് 10-11 കൊല്ലം കഴിഞ്ഞില്ലേ, 12 കൊല്ലത്തോളായി. ഒക്കെ വായിച്ച് അപ്പത്തന്നെ നമ്മൾ ചവറ്റുവട്ടിക്ക് തള്ളീനു. എന്നാലും കുറച്ച് മനസ്സിലുള്ള ഓർമ്മ പറയാ. അതൊരു മതസ്ഥാപനമായതിന്റെ പേരിൽ ഞങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ ചെന്നിട്ടില്ല.
പക്ഷെ ഇനിയും അടക്കുന്നില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുന്നില്ലേ. അപ്പൊ ഇനിയും അടച്ചിട്ടില്ല, അന്നും അടച്ചിട്ടില്ല, പിന്നെയും അടച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്നിട്ടിപ്പോ മർക്കസിന്റെ കോംപ്ലക്സ് ബാങ്കിന്റെ കീഴിലാണോ? അല്ല, നമ്മളെ മർക്കസിന്റെ കീഴിലാണോ? ഇതൊക്കെ വളം വെച്ചു കൊടുത്തിരുന്ന ആളുകളാണ് ഈ മൗലാനമാരൊക്കെ. മർക്കസ് കോംപ്ലക്സ് പണയം വെച്ചില്ലേ? അതിന് പലിശ കൊടുക്കുന്നത് യതീമക്കളെ പേരിൽ പിരിച്ചുകൊണ്ടല്ലേ? യതീമക്കളെ പേരിൽ പിരിച്ചുകൊണ്ടാണ് പത്രം നടത്തുന്നത്. യതീമക്കളെ പേരിൽ പിരിച്ചുകൊണ്ടാണ് ഈ മർക്കസ് കോംപ്ലക്സ് പണയം വെച്ചതിന് പലിശ കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ അടിസ്ഥാനരഹിതമായ 100% കളവ് കൊല്ലങ്ങളോട് ഇവർ പ്രചരിപ്പിച്ചില്ലേ? എന്നിട്ടിപ്പോ ബാങ്കുകാർ വെറുതെ വിടും 7 കോടി കൊടുക്കാനുള്ളതിന്? ഒരു വന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോയോ? മർക്കസിന്റെ വരുമാനം അതിന്റെ വാടക എന്ന് വാങ്ങുന്നത് ബാങ്കാ? അന്തം എന്ന് പറഞ്ഞത് അടുത്തുപോലും ഇവർക്ക് പോയിട്ടില്ല. അത് പീടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമില്ലല്ലോ. അന്തം എന്നുള്ളത് സ്വന്തം മനസ്സിലുണ്ടാകേണ്ടതാ. അതുണ്ടായാൽ പിന്നെ അവൻ ചേളാരി ആവില്ല. ചേളാരി ആവുമ്പോൾ ഈ അന്തം കമ്മികളാവും ചെയ്യും. ഈ അന്തം കമ്മികൾ എന്നിട്ട് അത് കേട്ട മറ്റൊരുത്തനോട് പറഞ്ഞ്, അവിടെ പറഞ്ഞ് കല്യാണപ്പരി പറഞ്ഞ്, മരിച്ചവരി പറഞ്ഞ്, കാന്തപുരം വന്നാൽ ഒന്നും കൊടുക്കരുത് കേട്ടോ, കാന്തപുരം വന്നാൽ ഒന്നും കൊടുക്കരുത്. എന്തേ? അയാൾ മർക്കസ് പണയം വെച്ചെങ്ങാണ്ട് അതിനെ പലിശ കൊടുക്കാൻ നിങ്ങൾ കൊടുക്കുന്ന പൈസയൊക്കെ മരണപ്പെട്ട പരിയുന്നു, കല്യാണപ്പരിയുന്നു, ചായപ്പീടിയുന്നു. ഇത് പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുത്ത് ആ സാധുക്കൾ പൊതുജനങ്ങൾക്ക് അറിയാതെ ചർച്ച ചെയ്ത് എത്ര ആളുകൾ മുർത്തദ്ദായി മരിച്ചുപോയി. ആലിമീങ്ങളെ കുറ്റം പറഞ്ഞും ഇല്ലാത്തത് പറഞ്ഞും കെട്ടി പറഞ്ഞും ഒക്കെ എത്രയാൾ ഇസ്ലാമെന്ന് പുറത്തു പോയിങ്ങാണ് മരിച്ചുപോയി. ഇതിനൊക്കെ ആരാണ് കാരണക്കാരൻ? പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ മരണ വീട്ടിൽ നിന്നും കല്യാണ വീട്ടിൽ നിന്നും അല്ലാത്ത സ്ഥലത്തുനിന്നും ഒക്കെ പബ്ലിക്കായി ആളുകളോട് 1 ഉറുപ്പികയും 1000-ഉം 10,000-ഉം ലക്ഷങ്ങളൊക്കെ പിരിച്ചിട്ടാണ് ഈ കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം വളർന്നു വന്നത്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ പ്രസ്ഥാനത്തിന് എത്ര കോടി റുപ്യന്റെ ആസ്തി ഉണ്ട് എന്ന് ഒന്ന് കണക്കെടുക്കാൻ ദിവസങ്ങൾ വേണ്ടി വരും അല്ലേ? 10 കോടി 100 കോടിയൊന്നുമല്ല, മില്യനും ബില്യാറും അല്ല, അതിനേക്കാൾ കൂടുതൽ ആസ്തി നമുക്കുണ്ട്. ഇത് നമ്മൾ പല ആളുകളിൽ നിന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ? ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ഇന്നത്തെ ക്ലാസ് ഏകദേശം അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറിലധികം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ബാക്കി നമുക്ക് നാളെ മുതൽ ആരംഭിക്കാം. ഒരു സക്കാഫിയുടെ പൊരിക്കൂടലിന് ഉസ്താദുകൾ പോവുകയാണ്, കാസർഗോഡ് അടുത്തുള്ള മർക്കസിൽ. ഇങ്ങനെ ഒറ്റൊരാവശ്യത്തിന് ചെന്നപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ പോരി, നമുക്കിങ്ങനെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി ഡ്രൈവറൊക്കെ വന്നേക്ക് വേഗം പോകണം, ഡ്രൈവറോടെ കടന്നുറങ്ങിക്കോട്ടെ, ഒരു ചോറ് കൊടുക്കാനൊക്കെ വേറെ ഡ്രൈവർമാരൊക്കെ വിളിച്ച് ഏൽപ്പിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ ഏകദേശം തളിപ്പറമ്പിലെത്തുമ്പോൾ കാഞ്ഞങ്ങാട്ടുള്ള ഒരു സഖാഫി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അതിഞ്ഞാലിൽ നമ്മുടെ പൗരപ്രധാനിയായ നമുക്ക് വേണ്ടപ്പെട്ട ആൾ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉസ്താദ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞു, അവിടെ നിന്ന് കയറിയിട്ട് പോകണം എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ആ പോകുന്ന വഴിക്ക് തന്നെ ആവട്ടെ. ഞങ്ങൾ ആ മരണ വീട്ടിലെത്തുമ്പോഴേക്കും മയ്യത്ത് കുളിപ്പിക്കാനെടുത്ത് വെച്ചിരുന്നു. അപ്പൊ കുളിപ്പിക്കാനെടുത്ത് വെച്ചത് കൊണ്ട് ഏതായാലും ഇനി കുളിപ്പിക്കൽ കഴിഞ്ഞിട്ടുള്ള യാസീൻ ഓതലും മറ്റും നടത്തി പോകാം എന്ന് കരുതി ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഒരാളെങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം തിരക്കിടില്ല, എന്തെങ്കിലുമൊക്കെ ദീനിനെ ഇങ്ങനെ സംഭാവന കൊടുക്കുന്ന ആളാണ് നമുക്കിങ്ങനെ തോന്നിയില്ലേ. ഉസ്താദ് ഇങ്ങനെ തമാശ രൂപത്തിൽ മറ്റുള്ളവരോട് പറയലുണ്ട്, ഖബറിൽ ചെന്നാലും TC മുങ്കർ നക്കീറിനോടും കാശ് ചോദിക്കും, മർക്കത്തിന് വേണ്ടി മറ്റുമൊക്കെ. ഞാൻ അങ്ങനെ തന്നെയാണ്, കിട്ടുന്ന അവസരമൊക്കെ നമ്മൾ ചോദിക്കും, തരുന്നവർക്ക് തരാം, അല്ലാത്തവർ തരാതിരിക്കാം. ഉസ്താദിനോട് പറഞ്ഞു, മരണപ്പെട്ട വീട്ടിലാ ഇപ്പൊ ഈ പിരിവിന്റെ കാര്യം പറയണേ. ഞാൻ പറഞ്ഞു, മരിച്ച വീട്ടിലെ നല്ലോണം കിട്ടുകയെന്ന് പറഞ്ഞു ഞാൻ ഉസ്താദിനോട്. അങ്ങനെ അത് പറഞ്ഞ് അവിടെ നിർത്തി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന കസാലയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇരുന്ന് സലാം പറഞ്ഞ് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചോദ്യം പറഞ്ഞ് ഞാൻ ഈ വിഷയം പറഞ്ഞു. മർക്കസിന് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടും കടവൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംഭാവന കിട്ടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും, കുട്ടികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഇയാൾ ഈ മരണപ്പെട്ട ആളുടെ അളിയനാണ്, അതായത് ഇദ്ദേഹത്തിന്റെ പെങ്ങളെയാണ് ഈ മരണപ്പെട്ട ആൾ കല്യാണം കഴിച്ചിരുന്നത്.
അതുകൊണ്ട് അവർ പറയും പുതിയാപ്പിള എന്നാണ് ആ ഭാഗത്ത് അങ്ങനെ പറയാം. ഞാനും അങ്ങനെ പുതിയാപ്പിളയാണ്. കണ്ണൂർ ജില്ലയിൽ പെണ്ണെട്ടിക്കൊണ്ട് തലപ്പറമ്പിലാണ്, അരിയിലാണ് എൻ്റെ ഭാര്യ വീട്. അപ്പോൾ ഞാനും ഇപ്പോഴും പുതിയാപ്പിളയായിട്ടാണ് ഓലിനെ പരിഗണിക്കല്. അതൊരു സന്തോഷമാണ്. കണ്യത്ത് ഉസ്താദും പണ്ട് പറഞ്ഞിരുന്നു, മരിച്ചിട്ട് സ്വർഗവും കിട്ടിയില്ല, കണ്ണൂർ ജില്ലയിൽ പെണ്ണും കിട്ടിയില്ല, അവൻ്റെ കാര്യം പോക്കാണ്. അപ്പൊ എന്തേ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ 85 വയസ്സായാലും ചെല്ലുമ്പോൾ പുതിയാപ്പിള എപ്പോഴാ വന്നിരിക്കുന്നു ചോദിക്കും. അതൊരു സന്തോഷമാണ് അല്ലേ? അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഒരു പുതിയാപ്പിളാണ് പോലെ പറയുന്നത്. പോലും പറഞ്ഞ് ഇയാൾ പറഞ്ഞ് ഞാൻ പുതിയാപ്പിള മരിച്ചുകൊണ്ട് കേട്ടപ്പോൾ പോകുന്നതാണ് ഉസ്താദ്, എൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു 2000-3000 ഒക്കെ ഉണ്ടാവും, അതും എങ്ങനെയാണ് ഉസ്താദിന് കൊടുക്കുക? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങളിപ്പോൾ ഇങ്ങനെ കാസർഗോട്ടേക്ക് പോകാന്നാണല്ലോ പറഞ്ഞത്, തിരിച്ചു പോരുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അങ്ങനെ അപ്പോൾ അതിന് മയ്യത്ത് കൊണ്ടുവന്ന് അവിടുന്ന് യാസീൻ ഓതി ദുആ കഴിഞ്ഞ് പിരിഞ്ഞ് പള്ളിയിലേക്ക് മയ്യത്തുമായിട്ട് പോയി. ഞങ്ങൾ മർക്കസിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കാം പേരൊക്കെ എഴുതിയെടുത്ത് ഇങ്ങനെ കാസർഗോട്ടേക്ക് പോയി. അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയാകുമ്പോഴാണ് തിരിച്ച് ഞങ്ങൾ അരിഞ്ഞാലിലെത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ തന്നിരുന്നു. ആ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ അദ്ദേഹം ഇന്ന സ്ഥലത്താണ് വീട്, ഞാൻ അതിന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം വളരെ ആദരവോടെ ബഹുമാനത്തോടെ നമ്മൾ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ ഒരു 10-15 അടുത്തുള്ള വീട്ടുകാരെയും ഇദ്ദേഹം ആ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ചെറിയൊരു ചായ സൽക്കാരം, നല്ല 1-ാം നമ്പർ, പലവിധ പലഹാരങ്ങളും പത്തിരിയും ഇറച്ചിയും ഒക്കെ പലതും കൂടി ഒരു നല്ലൊരു സൽക്കാരം തന്നെ. അങ്ങനെ ആ സൽക്കാരം കഴിഞ്ഞിട്ട് ഇയാളിനോട് പറഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവരോടൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അവരോടൊന്നും കാര്യങ്ങൾ പറയുന്നു. അപ്പൊ എല്ലാവരും ചായ കുടിച്ച് ഇപ്പുറത്ത് വന്ന് എല്ലാവരും ഇരുന്നപ്പോൾ ഒരു സമ്മതം കിട്ടിയാൽ പിന്നെ നമുക്ക് പറയാമല്ലോ. ഒരു 5 മിനിറ്റ് വർക്കത്തിൻ്റെ കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ ഒരു വിഷമത്തിലാണ്, അങ്ങനെ കാശ് കിട്ടിയാൽ എത്രയായാലും മതിയാവൂല. അങ്ങനെ അൽഹംദുലില്ലാ ആ വന്നവരൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ട് തന്നെ 15,000, 20,000, 25,000 ഇങ്ങനെയൊക്കെ കാശും കൊണ്ടാവും വന്നിട്ടുള്ളത്. ഈ വീട്ടുകാരന്റെ വക 50,000. അതിന് അദ്ദേഹത്തിന് ഡിമാൻഡേ ഉള്ളത് എന്റെ പുതിയാപ്പിളിന്റെ പേരിൽ മർക്കസിലുള്ള താലിമീങ്ങളെയൊക്കെ കൂട്ടിയിരുത്തി യാസീൻ ഓതിയിട്ടൊന്ന് ദുആ ചെയ്യണം. ഒരു 10,000 ഉറുപ്പിക അവർക്ക് ചീരണി കൊടുക്കാനും. 10,000 ഉറുപ്പിക ചീരണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20 ഗ്രാമുള്ള ഒരു 10 ഗ്രാമുള്ള ഒരു കഷ്ണം അലുവൊക്കെ കുട്ടികൾക്ക് കിട്ടുള്ളൂ. കാരണം 10,000 ഉറുപ്പിക വലിയതാണ്, പക്ഷെ ഇവിടെ കുട്ടികൾ തോന്നുന്നുണ്ട്. പക്ഷെ ചീരണി മറ്റോ നോക്കിയിട്ടൊന്നുമല്ല. ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് കുട്ടികളെയൊക്കെ സുബഹി നിസ്കാരത്തിന് എല്ലാ കുട്ടികളും ഉണ്ടാവും പള്ളിയിൽ. അറബി കോളേജിലെ കുട്ടികളും യതീംഖാനയിലെ കുട്ടികളും ബോർഡിംഗ് മാർസിലെ കുട്ടികളും പിന്നെ ആർട്സ് കോളേജിലെ കുട്ടികളും ITCയിലെ എല്ലായിടത്തെ കുട്ടികളും ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് മർക്കസിന്റെ 3 നിലയും ഈ മുതഅല്ലിമീങ്ങളെ കൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കും. നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യും, യാസീനോതും, മയ്യത്ത് നിസ്കരിക്കും. അങ്ങനെ 1000ങ്ങളുടെ മയ്യത്ത് നിസ്കാരം കിട്ടും, ദുആയും കിട്ടും. അതിന് ചീർണിയുടെ വഴിയിലേക്ക് അത് വകയിരുത്താം എന്ന് പറഞ്ഞ് ആ 10,000 വേറെയും പിന്നെ ഇദ്ദേഹത്തിന്റെ 50,000 പിന്നെ ബാക്കിയുള്ളവർ ഈ സംഖ്യയൊക്കെ വാങ്ങുമ്പോൾ ഏകദേശം 2,80,000 ഉറുപ്പിക ഉണ്ടായിരുന്നു. 2,80,000 ഉറുപ്പിക. ഇത് ആ മരണ വീട്ടിൽ നിന്നൊരു വാക്ക് പറഞ്ഞതിന് പേരിൽ കിട്ടിയതാണ്. ഇതെങ്ങനെ കിട്ടി? ഈ സ്ഥാപനം നടത്തുന്ന ആത്മാർത്ഥതയുടെ പേരിലാണ്. AP ഉസ്താദിന്റെ ആത്മാർത്ഥതയാണ്, എന്റെ പൗരോ മറ്റൊന്നുമല്ല, നമ്മളതിന് കാരണക്കാരനായി എന്ന് മാത്രം. അപ്പോ ഒക്കെ സന്തോഷത്തിൽ ഞങ്ങൾ അതൊക്കെ വാങ്ങി ചായ കുടിച്ച് എല്ലാവരോടും മുസാഫത്ത് ചെയ്ത് സലാം പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കാലൊക്കെ കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഇപ്പൊ എന്റെ നാട്ടിൽ ചെറിയ സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിനാണ് ഞാൻ പലപ്പോഴും ഒക്കെ ഇങ്ങനെ തിരക്കും മറ്റൊക്കെ ആകുന്നത്. അപ്പൊ അതും ചെറിയൊക്കെ ഒരു വിഷമത്തിലാണ്, കാരണം നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയതാണല്ലോ. ഉസ്താദിനോട് പറഞ്ഞു, എന്നാൽ അതിനൊരു 1,00,000 ഇപ്പൊ പലരും ഇങ്ങനെ കമ്മീഷൻ വാങ്ങുകയാണെങ്കിൽ 40,000, 2,00,000 80,000. അപ്പൊ 2,00,000 അതൊന്നും വേണ്ട, ഒരു 50,000 എങ്കിലും നമ്മളെ സ്ഥാപനത്തിൽ തരികയാണ്, ഞാൻ രസീത് ചെയ്ത് തരാന്ന് പറഞ്ഞു.
നിങ്ങളൊന്നും ഉണ്ടാണ്ടിരുന്നാണ് ഇതും ഇതിനപ്പുറം കിട്ടിയാൽ ഉറക്കത്തിന് മതിയോ, നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഞാനങ്ങനെ കിട്ടേണ്ടിയിട്ട് ചോദിച്ചതല്ല, ഉസ്താദിനോട് ഇങ്ങനെ തമാശ പറഞ്ഞതാണ് അല്ലേ. അങ്ങനെ മരണ വീട്ടിൽ നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ നാം ഈ കാശ് സംഭരിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ആ സ്ഥാപനം ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എത്രത്തോളം അത് ഉയർന്ന് വളർന്ന് വലുതായി. ഇവർ ഈ ഇഖ്ലാസിന്റെ പേരും പറഞ്ഞ് നടന്ന് പിരിച്ചത് എവിടെ എത്തി? ഇതൊന്ന് താരതമ്യം ചെയ്താൽ ആർക്കാണ് ഇഖ്ലാസ് ഉള്ളത്, ആത്മാർത്ഥതയുള്ളത്, ആരതാണ് അള്ളാഹു സ്വീകരിച്ചത്? അല്ലേ, ഒരു ഖുർബാൻ നടത്തിയ കഥ ഖുർആനിലൂടെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അല്ലേ, അള്ളാഹു തആല സ്വീകരിക്കുകയാണെങ്കിൽ അത് ഉയർന്നു പോകും, സ്വീകരിക്കാത്തതോ അവിടുന്ന് കത്തിപ്പോവുകയും ചെയ്യും. ആ കത്തിപ്പോണതല്ലേ മറുഭാഗത്ത് കാണുന്നത് അല്ലേ. ഈ കാലത്തെ അവർ പ്രവർത്തിച്ചിട്ട് അവരെ എല്ലാ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളുടെ എണ്ണം നോക്കിയാൽ, എല്ലാ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളുടെ എണ്ണം നോക്കിയാൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന്റെ ഉപ്പിന്റെ ശതമാനം, ഉപ്പ് വളരെ കുറച്ചല്ലേ കൊണ്ട് ഭക്ഷണത്തിന്, അത്രയും ശതമാനം കുട്ടികൾ അവരെല്ലാ സ്ഥാപനത്തിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ പ്രിയമുള്ള സഹോദരന്മാർ അവരോട് ആവശ്യപ്പെടണം. എന്നിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് സുന്നത്യമായത്തിന്റെ പാതയിലേക്ക് അവർ മടങ്ങി വരണം. എന്നാൽ അവർക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു നല്ല ബുദ്ധി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ആ പറഞ്ഞത് അങ്ങനെയല്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അത് ചോദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വസിയ്യത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.